ഹായ് എവരി വൺ. അപ്പോൾ കാത്തിരുന്ന് നമ്മുടെ ഓണപരീക്ഷ എത്തിയില്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ വാങ്ങുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഞാൻ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, നിങ്ങൾ അവിടെ പോയിട്ട് അത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം തന്നെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അല്ലേ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താ അത്? ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. എന്താ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ റിയാക്ടിവിറ്റി സീരീസ്. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലാണ് കുറവാണ് എന്നുള്ളത് നമുക്കറിയാം. മേലെ നിന്ന് താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി എന്ത് ചെയ്തുകൊണ്ടാണ് വരുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു സീരീസ് അങ്ങനെ ഇങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഒരു കോഡ് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കോഡുള്ളവർ നിങ്ങൾക്ക് അറിയുന്ന കോഡൊക്കെ ഉപയോഗിക്കാം. ഇനി എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 10-12 എലമെൻറ്റ്സ് ആണ് ആകെ അതിലുള്ളൂ. അതിപ്പോൾ ഒരു ഓർഡറിൽ പഠിക്കാൻ ഒരു കോഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പഠിച്ചു വെക്കുക കൃത്യമായിട്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ഒരു പകുതി സെക്ഷൻ പഠിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ബാക്കിയെല്ലാം ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ സമയം കളയുന്നില്ല, ഞാൻ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ. വിച്ച് മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇലക്ട്രോലിസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇലക്ട്രോലിസിസ് എന്ത് സെല്ലിലാണ് ഇലക്ട്രോലിസിസ് നടക്കുക? ഇലക്ട്രോലിസിസ് നടക്കുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലിലാണ്. ഇലക്ട്രോലിറ്റിക് സെല്ല് മക്കളെ, ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും അല്ലേ. ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും. ആ എനർജി എന്തായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? ആ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോലിറ്റിക് സെല്ല് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മോൾട്ടൺ NaCl. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. അതിനാണ് ഞാൻ അത് വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചോ, നമുക്ക് ആകെ രണ്ട് സംഭവത്തിൻ്റെ ഇലക്ട്രോളിസിസേ പഠിക്കാനുള്ളൂ. ഒന്ന് മോൾട്ടൺ NaCl ആണ്, മറ്റൊന്ന് അക്വസ് NaCl ആണ്. എന്താ ഈ മോൾട്ടൺ NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപ്പ് അല്ലേ, ആ ഉപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഉരുക്കുക, നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഉരുക്കുക. അങ്ങനെ ഉരുക്കി കിട്ടുന്ന ആ ഒരു സോഡിയം ക്ലോറൈഡിനെയാണ് മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു ബീക്കർ എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യണ പോലെ 2 ഇലക്ട്രോഡുകളിലോട്ട് ഇറക്കി വെക്കണം. 2 ഇലക്ട്രോഡ് ഇറക്കി വെക്കണം. ഇനി ഇത് എന്ത് ചെയ്യുക? നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. കാരണം എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററിയിലോട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. മക്കൾ പറഞ്ഞേ, ഈ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ പോസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? എപ്പോഴും ആനോഡാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. കാഥോഡാണ് എന്തായിട്ട് എടുക്കേണ്ടത്? നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടത് കാഥോഡാണ്. അപ്പോൾ ഇതാണ് ആനോഡ്, പോസിറ്റീവ് ആനോഡ്, നെഗറ്റീവ് എന്താണ്? കാഥോഡാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് ആദ്യം പഠിക്കുന്നുണ്ട്, അഥവാ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന സാധനം പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സെല്ലിനെ സംബന്ധിച്ച് അവിടെ എന്താണ് ആനോഡ്? അവിടെ നെഗറ്റീവ് ചാർജ് ആയിരുന്നു ആനോഡിന്, കാഥോഡ് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. എപ്പോഴും ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആക്കും. അത് തെറ്റിക്കരുത്. അത് തെറ്റിച്ചാൽ നമ്മുടെ ആൻസർ തെറ്റും. ഇനി എന്ത് ഉപയോഗിക്കണം? ഒരു ഇലക്ട്രോലൈറ്റ് ആവശ്യമുണ്ട് അല്ലേ. ഇവിടെ എന്ത് ഇലക്ട്രോലൈറ്റാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ? മോൾട്ടൺ NaCl അല്ലേ. അപ്പോൾ NaCl. അപ്പോൾ ഈ മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ അയോൺസ് ഉണ്ടാവുക? NaCl ഏതൊക്കെ അയോൺസ് ഉള്ളത്? NaCl നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് Na+ അയോൺസും കിട്ടും. പിന്നെ എന്താ കിട്ടുക? Cl- അയോൺസുമാണ് കിട്ടുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് കറണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവും. ഈ ആനോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക? ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. അതിനൊരു ചേഞ്ചും ഇല്ല. അതിപ്പോൾ ഗാൽവാനിക് സെല്ലാണെങ്കിലും ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലും മക്കളെ അവിടെ നടക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആയിരിക്കും. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് നടക്കുക ആണല്ലോ. അപ്പം ഇനി ഇവിടെ എന്താ സംഭവിക്കണേന്ന് നോക്കാം. നമ്മുടെ സൊല്യൂഷനിൽ 2 അയോൺസ് ഇപ്പോൾ കിടക്കുന്നുണ്ട്. Na+ അയോൺസും കിടക്കുന്നുണ്ട്, Cl- അയോൺസും കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ പ്ലസ് എപ്പോഴും എന്തിനെ പോയിട്ട് അട്രാക്ട് ചെയ്യുക? പ്ലസ് എപ്പോഴും നെഗറ്റീവിൻ്റെ അടുത്തേക്കേ പോകുള്ളൂ. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സോഡിയം നെഗറ്റീവിൻ്റെ അടുത്തേക്കും, ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് എപ്പോഴും എവിടേക്കാ പോകുള്ളൂ? ആനോഡിൻ്റെ അടുത്തേക്കേ പോകുള്ളൂ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലോറിൻ ആണ് ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആനോഡിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക?
ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക, ആണല്ലോ. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് ഇവിടെ ആനോഡിൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? ക്ലോറിൻ്റെ ഗ്യാസ് ആണ് കിട്ടുക. അപ്പോൾ ആനോഡിൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക നിങ്ങൾക്ക്? ക്ലോറിൻ്റെ ഗ്യാസ്, Cl2 ഗ്യാസ് ആണ് നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്യാം. ഓക്കെ, ഇനി ഈ സോഡിയം എവിടേക്കാണ് പോയിരിക്കുന്നത്? സോഡിയം പോയിരിക്കുന്നതാണ് കാഥോഡിൻ്റെ അവിടേക്കായിരിക്കും പോയിരിക്കുന്നത്, ആണല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയേ നോക്കി, വിച്ച് മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്. അപ്പോൾ കാഥോഡിൽ കിട്ടുന്ന മെറ്റൽ ഏതാണ്? സോഡിയം ആണ് നമുക്ക് കാഥോഡിൽ കിട്ടുന്ന മെറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ കിട്ടി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. സോഡിയം ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇലക്ട്രോപ്ലേറ്റിംഗ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് ജ്വല്ലറീസ് ഗോൾഡ് പ്ലേറ്റഡ് അഥവാ സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. എന്താ അവിടെ ചെയ്യുന്നത്? ഒരു മെറ്റലിൻ്റെ മേലെ വേറൊരു മെറ്റൽ നമ്മൾ കോട്ട് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ പൂശുന്ന പരിപാടിയാണ് ആക്ച്വലി എന്ത് ഈ പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് വൺ മെറ്റൽ ഇസ് കോട്ടഡ് ഓവർ അനദർ മെറ്റൽ ബൈ യൂസിങ് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക? ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് യൂസ് ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ആ ഡെഫിനിഷൻ നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വിച്ച് ഈസ് ദ electrolyte used in electroplating of copper on an iron bangle. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്ത് ഇലക്ട്രോലൈറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം, ആണല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എങ്ങനെ വരയ്ക്കാമെന്ന്. മക്കളെ ഇത് ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മെറ്റൽ കോപ്പർ അയൺ ബാങ്കിളുടെ മേലെയാണ് നിങ്ങൾ കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോപ്പർ ആനോഡിലാണോ കാഥോഡിലാണോ എടുക്കുക, അയൺ കാഥോഡിലാണോ ആനോഡിലാണോ എടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ബീക്കർ എടുത്തു, നേരത്തെ ചെയ്ത പോലെ ഇലക്ട്രോളിസിസ് അല്ലേ. അപ്പോൾ ഒരു ബീക്കർ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഏത് മെറ്റലാണോ നിങ്ങൾ കോട്ട് ചെയ്യാൻ പോകുന്നത് ആ മെറ്റലിനെ നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് എവിടെയായിരിക്കും? ആനോഡിലാണ് എടുക്കുക. എന്ന് വെച്ചാൽ പോസിറ്റീവിൻ്റെ അവിടെ. ഇവിടെ നമുക്കറിയാം കോപ്പർ ഇസ് കോട്ടഡ് ഓൺ അയൺ ബാങ്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോപ്പർ നിങ്ങൾ എടുക്കേണ്ടത് എവിടെയായിരിക്കണം? ആനോഡിലായിരിക്കും എടുക്കേണ്ടത്. അത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കുന്നത് എന്താണ്? കോപ്പർ ആണ്. ഈ കോപ്പർ ഞാൻ എന്താ പോസിറ്റീവിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യാണ്. ഇനി നെഗറ്റീവിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യാണല്ലോ. അപ്പോൾ നെഗറ്റീവിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യാൻ എന്താണ്? അയൺ ബാങ്കിൾ. നിങ്ങൾ ഏതിലോട്ടാണോ കോട്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ എടുക്കേണ്ടത് എവിടെയാണ്? അത് നിങ്ങൾ എടുക്കേണ്ടത് നെഗറ്റീവ് അഥവാ കാഥോഡിൻ്റെ അവിടെയായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ദേ അയൺ ബാങ്കിൾ ഞാൻ കാഥോഡിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട്. അയൺ ബാങ്കിൾ. മക്കളെ ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ. എപ്പോഴും പോസിറ്റീവിൻ്റെ അവിടെ നിങ്ങൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റലും നെഗറ്റീവിൻ്റെ അവിടെ നിങ്ങൾ ഏത് മെറ്റലിലോട്ടാണോ കോട്ട് ചെയ്യാൻ പോകേണ്ടത് ആ മെറ്റലാണ് നിങ്ങൾ അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ചോദ്യം എന്താണ്? വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇവിടെ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് എന്താണെന്നാണ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് വേണ്ട നമുക്കിവിടെ. ഏത് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം? നമ്മൾ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്നത് കോപ്പർ അല്ലേ. അപ്പോൾ കോപ്പറിൻ്റെ സൊല്യൂഷൻ. സാധാരണ നമ്മൾ ഏത് സൊല്യൂഷനാണ് കോപ്പറിന് യൂസ് ചെയ്യുകയാണെങ്കിൽ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കോപ്പർ മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എടുക്കേണ്ട സൊല്യൂഷൻ ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അയൺ ആണോ നിങ്ങൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അയൺ ആണോ വേറെ മെറ്റലിലേക്ക് കോട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ എടുക്കേണ്ട സൊല്യൂഷൻ ഏതാണ്? അയണിന്റെ സൾഫേറ്റ് എടുക്കാം. നമുക്ക് അയണിന്റെ സൾഫേറ്റ് എടുക്കാം. സിൽവർ ആണോ കോട്ട് ചെയ്യണമെങ്കിൽ എന്താ എടുക്കുക നിങ്ങൾ? സിൽവർ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? സിൽവറിന്റെ നൈട്രേറ്റ് എടുക്കാം അല്ലെ. സിൽവർ നൈട്രേറ്റ് എടുക്കാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ്? മിക്സ്ചർ ഓഫ് sodium cyanide and silver cyanide. Mixture of sodium cyanide and silver cyanide. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ നിങ്ങൾക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ എന്തെടുക്കുക? സോഡിയം സൈനൈഡിൻ്റെയും സിൽവർ സൈനൈഡിൻ്റെയും മിക്സ്ചർ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഗോൾഡ് ആണ് കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കണം? എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയം സൈനൈഡും മിക്സ്ചർ ഓഫ് സോഡിയം സൈനൈഡ് പ്ലസ് എന്ത് കൊടുക്കുക? ഗോൾഡിൻ്റെ സൈനൈഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഒന്ന് കോപ്പർ എപ്പോഴും ചോദിക്കാറുണ്ട്. കോപ്പർ സൾഫേറ്റ് ആണ് എടുക്കുക. നമുക്ക് അറിയുന്ന കാര്യമാണ്. സിൽവറിൻ്റെ കാര്യം ഗോൾഡിൻ്റെ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത്. കാരണം അത് പ്രത്യേകം നമ്മുടെ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സിൽവർ ആണെങ്കിൽ
ഐദർ യു ക്യാൻ യൂസ് സിൽവർ നൈട്രേറ്റ്, ഒന്നില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എ മിക്സ്ചർ ഓഫ് സോഡിയം സൈനൈഡ് ആൻഡ് സിൽവർ സൈനൈഡ്. ഗോൾഡ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? സോഡിയം സൈനൈഡ് രണ്ട് പേരിലും ഉണ്ട്, പ്ലസ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ സൈനൈഡും കൂടെ ചേർക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഈ കേസിൽ യൂസ് ചെയ്യുക? കോപ്പർ ആണ് പൂശാൻ പോകുന്നത്, അല്ലെങ്കിൽ കോപ്പർ ആണ് കോട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മളവിടെ എടുക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണോ? നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതെന്താണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇതെന്താ സാധനം? നമ്മുടെ ഗാൽവാനിക് സെല്ലാണ്. അപ്പോൾ ഇതിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ കണ്ടത്. ഈ സിങ്ക് റോഡും കോപ്പർ റോഡും എന്ന് വെച്ചിട്ട് ഇത് മാത്രം പഠിച്ചാൽ പോരാ, വേറെ ചോദ്യങ്ങളും വരാം കേട്ടല്ലോ. അപ്പോൾ ഇത് കൂടുതൽ കണ്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? ഗാൽവാനിക് സെല്ല് പറഞ്ഞ എന്താ? നമ്മുടെ ബാറ്ററി. അപ്പോൾ ബാറ്ററി തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബാറ്ററിയുടെ അകത്ത് മുഴുവൻ എന്താണ്? കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? കെമിക്കൽസിലുള്ള എനർജി എന്താ? കെമിക്കൽ എനർജിയാണ്. ഇനി അത് നമ്മൾ എന്തിനാ പൊതുവെ ബാറ്ററി യൂസ് ചെയ്യുക? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനല്ലേ ബാറ്ററി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ എന്താണ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത്? കെമിക്കൽ എനർജീനെ എന്തായിട്ടാണ് മാറ്റുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ആനോഡ് ഇൻ ദ ഗിവൺ സെൽ. ഐഡന്റിഫൈ ദ ആനോഡ് ഇൻ ദ ഗിവൺ സെൽ. മക്കളെ, ആനോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഗാൽവാനിക് സെല്ലിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് എവിടെയാണോ അതാണ് ആനോഡ്. അപ്പോൾ ഈ നെഗറ്റീവ് അല്ലേ ആനോഡ് എന്ന് പറയുന്നത്? പോസിറ്റീവ് കാഥോഡും നെഗറ്റീവ് ആനോഡും ആണ് കേട്ടോ, മറന്നു പോണ്ട. അപ്പോൾ ദ ആനോഡ്, ഐഡന്റിഫൈ ദ ആനോഡ് ഇൻ ദ ഗിവൺ സെൽ. ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന റോഡ് ഏതാണ്? ഇത് എന്ത് റോഡാണിത്? സിങ്ക് റോഡാണ്. സിങ്ക് റോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ, മറന്നു പോകരുത്. ഇതിനൊരു കോഡൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലോൺ എന്ന് ആലോചിച്ച് വെക്കുക. ലോൺ അല്ലേ, പലരോടും കേട്ടിട്ടുണ്ടാവും നിങ്ങളത്. എന്താണ്? ലെഫ്റ്റ് സൈഡ്. ഞാൻ ഗാൽവാനിക് സെല്ലിന്റെ കാര്യം പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അവിടെയുള്ളത് എന്താണ്? ആനോഡ് ആണുള്ളത്. ആനോഡിന്റെ ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ആയിരിക്കും എപ്പോഴും. കേട്ടല്ലോ. അപ്പോൾ ബി കിട്ടി നമുക്ക്. ഇനി സി നോക്കിയ മക്കളെ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിൽ എന്ത് റിയാക്ഷൻ ആണ്? നേരത്തെ പറഞ്ഞു ഞാൻ, അതേ റിയാക്ഷൻ തന്നെയാണ്. ആനോഡ് ആണോ ഏതേ നടക്കുള്ളൂ? ഓക്സിഡേഷൻ. കാഥോഡ് ആണോ ഏതാ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക, ആണല്ലോ. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. എന്താ സംഭവിക്കുക? ഇവിടെ ഇല്ലേ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരും. സിങ്ക് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് ആറ്റമായിട്ട് ഇറങ്ങി വരാൻ പറ്റുമോ? ഇല്ല. സിങ്ക് എപ്പോഴും ഇറങ്ങി വരുന്നത് സിങ്ക് 2+ ആയിട്ടാണ് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരാം. ഓക്കെ, സൊല്യൂഷനിലോട്ട് ഒരാൾക്ക് എപ്പോഴാണ് പ്രവേശമുള്ളൂ? ഈ പറയുന്ന അയോൺസ് ആയാൽ മാത്രമേ പ്രവേശമുള്ളൂ. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് 2+ ആയിട്ട് മാറും. വെറുതെ മാറാൻ പറ്റുമോ? ഇല്ല. എന്ത് കൊടുക്കണം? ഇലക്ട്രോൺസിനെ കൊടുക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദേ നമുക്ക് സീൻ്റെ ആൻസർ എഴുതാം. സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ടാണ് മാറുന്നത് അല്ലേ? എങ്ങനെ 2+ ആയിട്ട് മാറുന്നത്? 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട്. എങ്ങനെയാണ് മാറുന്നത്? 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു റിയാക്ഷൻ ഓക്സിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോൺസ് എഴുതേണ്ടത് ഏത് സൈഡിലായിരിക്കണം? റൈറ്റ് സൈഡിലാണ് നമ്മൾ എപ്പോഴും ഇലക്ട്രോൺസിന് എഴുതുക. അപ്പോൾ സിങ്ക് ഗീവ്സ് സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺസ്. അതാണ് അവിടുത്തെ ഇക്വേഷൻ. ഇനി എന്താ നാലാമത്തെ ചോദ്യം? ഇൻ വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്? ഏതിലാണ് ഓക്സിഡേഷൻ നടക്കുക? ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എവിടെ നടക്കുക? ആനോഡിൽ. എപ്പോഴും ആനോഡിലാണ് കേട്ടോ ഓക്സിഡേഷൻ നടക്കുക. ഏത് സെല്ലിലാണെങ്കിലും ആനോഡിലാണ് നടക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുകയാണേ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ ദ സെൽ. റിഡോക്സ് റിയാക്ഷൻ ഇൻ ദ സെൽ. ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷനും റിഡക്ഷനും ചേർന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കാം, ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു റിഡോക്സ് റിയാക്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓക്സിഡേഷനും വേണം, റിഡക്ഷൻ റിയാക്ഷനും വേണം. അപ്പോൾ ഓക്സിഡേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി, ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ. ഇനി നമുക്ക് റിഡക്ഷനും കൂടെ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇപ്പോൾ റിഡക്ഷൻ എങ്ങനെയാണ് വരിക? റിഡക്ഷൻ നോക്കിയേ, എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്? കാഥോഡിലല്ലേ നടക്കുന്നത്? ഈ കോപ്പർ ആണ് ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും, ഇങ്ങനെ വന്നിട്ട് ദേ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തിയിട്ട് അപ്പോൾ 2 ഇലക്ട്രോൺസ്. ഇനി എന്താ സംഭവിക്കുക? നമ്മുടെ സൊല്യൂഷനിൽ കോപ്പർ എങ്ങനെയാണ് കടത്തുണ്ടാവുക? അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ കോപ്പർ 2+ അയോൺസ് ആയിട്ട് അവിടെ ഉണ്ടാവും അല്ലേ? ഈ കോപ്പർ 2+ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? അപ്പോൾ ഈ കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് കോപ്പർ ആറ്റമായിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഈ കാണുന്ന ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ നോക്കിയേ, നമുക്കൊന്ന് റിഡക്ഷൻ എഴുതി നോക്കാം. കോപ്പർ
2 പ്ലസ് ഈ 2 ഇലക്ട്രോണിനെ വാങ്ങിയില്ലേ. ഇപ്പൊ 2 ഇലക്ട്രോൺസ് ഗീവ്സ് എന്താ വരിക, കോപ്പർ ആറ്റമായിട്ടാണ് മാറുന്നത് കേട്ടോ. അപ്പൊ ദേ ഓക്സിഡേഷനും റെഡിയായി, റിഡക്ഷനും റെഡിയായി ആണല്ലോ. ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? 2 റിയാക്ഷൻസിന്റെയും LHSഉം RHSഉം എന്ന് വെച്ചാൽ റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ദേ ആദ്യം നമുക്ക് ഓക്സിഡേഷൻ നടന്ന റിയാക്ഷൻ എഴുതാം. സിങ്ക് എന്തായിട്ട് മാറി, സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആണല്ലോ. ഇനി റിഡക്ഷൻ്റെ റിയാക്ഷൻ ആണ് എഴുതാൻ പോകുന്നത്. റിഡക്ഷൻ എന്തായിരുന്നു? കോപ്പർ 2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് കോപ്പർ ആണല്ലോ. ദേ ഇതിൻ്റെ റിഡോക്സ് ഒന്ന് നമുക്ക് എഴുതി നോക്കാം മക്കളെ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വെട്ടിക്കളയാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ, ഇത് ടോട്ടൽ ലെഫ്റ്റ് സൈഡാണ്. നോക്കി ഇവിടെ 2 ഇലക്ട്രോൺസും ഇപ്പുറത്തും 2 ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കാണാം. അത് 2 മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതിനെ അങ്ങോട്ട് ചോടെടുത്ത് എഴുതിയാൽ മതി. എന്ത് ചെയ്യുക? സിങ്ക് പ്ലസ് കോപ്പർ 2 പ്ലസ് ഗീവ്സ് എന്ത് കിട്ടും? സിങ്ക് 2 പ്ലസ് കോപ്പർ. ഇതാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ് എഴുതാൻ. ആ 2 ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോണിൻ്റെ 2 സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ അങ്ങനെ താഴേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിക്കേ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇത് എന്ത് റിയാക്ഷൻ അവിടെ കൊടുത്തിരിക്കണേ? ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലേ. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലോ റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് ഒരു ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുക. ഒരാൾക്ക് പകരം ഒരാൾ കയറിയിരിക്കുക. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. വിച്ച് അയൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? വിച്ച് അയൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഈ 3 എണ്ണത്തിലും ഇലക്ട്രോലൈറ്റ് ആരാണ്? കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ മക്കളെ. കോപ്പർ സൾഫേറ്റിന് എന്ത് കളറാ? ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളർ കൊടുക്കാൻ കാരണക്കാരനായിട്ടുള്ള അയോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്കുകാരാണ് എന്ത് ഫോം ചെയ്യാം? കളേർഡ് ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷൻസ് ഫോം ചെയ്യാം. അപ്പോൾ ഇതിൽ ആരെ ഡി ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ ഏത് ബ്ലോക്കിലാ? ഡി ബ്ലോക്കിലാണ്. അപ്പോൾ കോപ്പറിൻ്റെ അയോൺ അല്ലേ, കോപ്പറിൻ്റെ അയോൺ, കോപ്പർ 2+ അയോൺ ആണ് ആ കളറിന് കാരണം എന്ന് പറയുന്നത്. ഡി ബ്ലോക്കുകാരാണ് കളേർഡ് അയൺസ് ഫോം ചെയ്യാം. അപ്പോൾ കോപ്പർ 2+ ആണ് ഇവിടുത്തെ ആ ബ്ലൂ കളറിന് കാരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒന്നാമത്തേന് ഉത്തരവായി. ഇനി ബി നോക്കാം നമുക്ക്. ഇൻ വിച്ച് ബീക്കർ ഡസ് കളർ ചേഞ്ച് ഒക്കർ? കളർ ചേഞ്ച് നടക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ എന്ത് നടക്കണം? റിയാക്ഷൻ നടന്നാലല്ലേ കളർ ചേഞ്ച് സംഭവിക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്നെ പറഞ്ഞേ, ഇതിൽ ഏത് ബീക്കറിലായിരിക്കും റിയാക്ഷൻ നടക്കുക? നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു മെറ്റൽ ഉണ്ടല്ലോ, ഇതുണ്ടോ ഈ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റൽ, ഈ ബീക്കറിലോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെറ്റലിന്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഏതിനെ വെച്ച് നോക്കുമ്പോൾ ഈ സൊല്യൂഷനിലുള്ള ഈ ഒരു മെറ്റൽ ഉണ്ടല്ലോ, ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടുത്തെ സൊല്യൂഷൻ, അതിലുള്ള കോപ്പറിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റലിന്റെ റിയാക്ടിവിറ്റി എപ്പോഴും കൂടുതലായിരിക്കണം. അപ്പം മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? റിയാക്ഷൻ നടക്കുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾ ആദ്യത്തെ കേസ് നോക്കിക്കേ. ഇതും കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിലോട്ട് കോപ്പർ തന്നെയാണ് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റിയിൽ വല്ല ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. അപ്പോൾ ആ റിയാക്ഷൻ അവിടെ നടക്കില്ല. അപ്പോൾ ഇതിൽ റിയാക്ഷൻ നടക്കില്ല എന്ന് ധൈര്യമായിട്ട് പറയാം നമുക്ക്. ഇനി നിങ്ങൾ സി ഒന്ന് നോക്കിക്കേ. കോപ്പർ സൾഫേറ്റിലേക്ക് മുക്കി വെച്ചിരിക്കുന്നത് സിൽവർ ആണ്. സിൽവർ എവിടെ റിയാക്ടിവിറ്റി സീരീസിൽ കിടക്കുന്നത്? കോപ്പറിനും താഴെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൽ റിയാക്ഷൻ നടക്കുമോ? ഇതിലും റിയാക്ഷൻ നടക്കില്ല. ഇനി നിങ്ങൾ ഈ ബിയിലോട്ട് വന്നേ നോക്കിയേ. മുക്കി വെച്ചിരിക്കുന്നത് ഏതാണ്? ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയേൺ ആണ്. അയേൺ എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള മെറ്റലാണ്. അപ്പോൾ അതിൽ റിയാക്ഷൻ നടക്കില്ലേ? റിയാക്ഷൻ എന്തായാലും നടക്കും. അപ്പോൾ ഇതിൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ? റിയാക്ഷൻ നടക്കുള്ളൂ. ഓർത്ത് വെക്കാം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ബീക്കർ ഡസ് കളർ ചേഞ്ച് ഒക്കർ? ധൈര്യമായിട്ട് പറയാം. ഏത് ബീക്കറിലാണ്? ബീക്കർ ബി എന്ന് പറഞ്ഞ ബീക്കറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ കളർ ചേഞ്ച് നടക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി സി നോക്കാം നമുക്ക്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് കോസസ് ദ കളർ ചേഞ്ച് അല്ലേ. ആ റിയാക്ഷൻ ഒന്ന് എഴുതാൻ പറഞ്ഞിരിക്കാം. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? Fe ഉണ്ട്, CuSO4 ഉണ്ട്. അപ്പോൾ Fe ഉണ്ട് പ്ലസ് CuSO4
മക്കളെ റിയാക്ഷന് ശേഷം എന്താ സംഭവിക്കുക? ഈ Fe സൊല്യൂഷനിലോട്ട് ഇറങ്ങിയിട്ട് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുക. കോപ്പറിന് പകരം അവിടെ Fe കയറിയിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? FeSO4 എന്ന് കിട്ടും. ഒപ്പം ഈ കോപ്പർ എന്ത് ചെയ്യും? ഈ കോപ്പർ സൊല്യൂഷനിലൊന്ന് കയറിയിട്ട് ഇതുണ്ടോ ഇവിടെ ഈ ഒരു Feയുടെ മേലെ പോയിട്ട് കോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കോപ്പർ എന്ന് എഴുതാം. Fe plus CuSO4 gives FeSO4 plus copper. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതാണ് സിയുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിയിലോട്ട് കിടക്കാം. ഡിഫറെന്റ് galvanic cells are constructed using the metal Cu, Fe and Ag. Which metal act only as cathode? ഈ 3 മെറ്റൽ വെച്ചിട്ട് നിങ്ങൾ പല ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഒന്നിലധികം, നമുക്ക് ഏകദേശം ഒരു 3 ഗാൽവാനിക് സെല്ല് ഇത് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? ഏതൊക്കെയായിരിക്കും കോമ്പിനേഷൻ എന്നൊന്ന് നോക്കിയാലോ. നോക്കിയേ, കോപ്പറും Ag വെച്ചിട്ട് നമുക്കൊരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്തൂടെ? കോപ്പറും Ag വെച്ചിട്ട് ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എന്താണ്? അയേണും Ag വെച്ചിട്ട് നമുക്കൊരു ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാം. അയേണും അയേണും Agയും തമ്മിൽ ഒരു ഗാൽവാനിക് സെല്ല് റെഡിയാക്കാം. ഇനി വേറെ എന്താ ഉണ്ടാക്കാൻ പറ്റുക? കോപ്പറും അയേണും തമ്മിൽ ഒരു ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ FeCu ഇങ്ങനെ 3 ഗാൽവാനിക് സെല്ല് നിങ്ങൾക്ക് ഈ 3 മെറ്റൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. മക്കളെ, അത് തന്നെ ഒരു ചോദ്യമാണ് കേട്ടോ. 3 മെറ്റൽസോ 4 മെറ്റൽസ് ഒക്കെ തന്നിട്ട് ഇതിന്ന് എത്ര ഗാൽവാനിക് സെല്ലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിയേ, 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എഴുതിക്കോ, 3 ഗാൽവാനിക് സെല്ലുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ഇനി ഇവിടെ ചോദ്യം എന്താണ്? പല ഗാൽവാനിക് സെല്ലുകൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് മെറ്റൽ ആക്ട് ഓൺലി ആസ് കാഥോഡ്? ഏത് മെറ്റലായിരിക്കും എപ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആനോഡ് എന്ന് പറയുന്നത് ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആളെയാണ് നമ്മൾ എപ്പോഴും ആനോഡായിട്ട് എടുക്കാം. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ആനോഡായിട്ട് എടുക്കാം. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായിരിക്കും എപ്പോഴും എന്ത്? കാഥോഡായിട്ട് ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇങ്ങനെയല്ലേ വരിക? എഫിക്കല്ലേ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്, അതിനുശേഷം കോപ്പർ വരും, അതിനുശേഷം ആര് വരും? സിൽവർ വരും. അപ്പോൾ നിങ്ങൾ ഏത് സെല്ലെടുത്താലും ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യണത് ആരായിരിക്കും? റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ആൾ അതാരാണ്? Ag ആണ്. അപ്പോൾ Ag ആണ് ഇവിടുത്തെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ Ag ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ Ag ആയിരിക്കും എപ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ആളായിരിക്കും എപ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ ആളായിരിക്കും എന്ത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? എപ്പോഴും ആനോഡായിട്ട്, ഈ 3 പേരിൽ എപ്പോഴും ആനോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളാരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ആരെ പറഞ്ഞോ? Fe ആയിരിക്കും. റിയാക്ടിവിറ്റി കൂടിയ ആളല്ലേ, അപ്പോൾ ആളായിരിക്കും എപ്പോഴും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ റിയാക്ഷൻ. ഇനി നമുക്കിതേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 7ാമത്തെ നമുക്ക് പരിചയമുള്ള ഒരു ആൾ വന്നു അല്ലേ? എന്താ അത്? ഇത് വീണ്ടും ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ്? ഇവിടെ ഏത് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണേന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഏതാണ് കോട്ട് ചെയ്യാൻ പോകുന്നത്? പോസിറ്റീവിൽ വെച്ചിരിക്കുന്ന മെറ്റൽ അഥവാ ആനോഡിൽ വെച്ചിരിക്കുന്ന ആളാണ് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റൽ. അപ്പോൾ ഇത് ഏതാണ്? കോപ്പർ എന്ന് അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, കോപ്പർ. അങ്ങനെയെങ്കിൽ ഇലക്ട്രോലൈറ്റും എന്തായിരിക്കണം? ആ കോപ്പറിന്റെ സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ? ധൈര്യമായിട്ട് എഴുതിക്കോ, ഏതാണ്? കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ബിയിലോട്ട് കടന്നാലോ? ബി എന്താ പറയുന്നത്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ് ഓഫ് ദ സെൽ. മക്കളെ, കാഥോഡ് അല്ലേ? കാഥോഡ് പറയുമ്പോൾ ഏതാ? ഇതല്ലേ കാഥോഡ്? ഈ അയൺ ബാങ്കിൽ ഇരിക്കുന്നതല്ലേ കാഥോഡ്? അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് കോപ്പർ. ഈ കോപ്പർ എന്ത് ചെയ്യും? ഈ കോപ്പർ സൊല്യൂഷനിലോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അവിടെ ഓക്സിഡേഷൻ ആണ്. അത് ആനോഡ് അല്ലേ? ആനോഡ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരും. എങ്ങനെ? കോപ്പർ 2+ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. കോപ്പർ 2+ ആയിട്ട് വെറുതെ ഇറങ്ങി വരുമോ? ഒരിക്കലും ഇല്ല. എന്ത് കൊടുത്തിട്ട് ഇറങ്ങി വരുള്ളൂ? ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടേ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ സൊല്യൂഷനിലോട്ട് എന്ത് വിടും? ഇലക്ട്രോൺസും കൂടെ ഉണ്ടാവും കേട്ടോ. കോപ്പർ 2 ഇലക്ട്രോൺസിനെ വിട്ടിട്ടാണ് എന്തായിട്ട് ഇറങ്ങി വരുന്നത്? കോപ്പർ 2+ ആയിട്ട് ഇറങ്ങി വരുന്നത്. ഇനി എന്താ സംഭവിക്കുക? കാഥോഡിൽ എന്താ സംഭവിക്കുക? എടാ, ഈ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഈ CuSO4 എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ ഓൾറെഡി 2 അയോൺസ് ഉണ്ട്. ഏതൊക്കെയത്? കോപ്പർ 2+ഉം SO4 2-ഉം. ഈ 2 അയോൺസ് ആ സൊല്യൂഷനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊണ്ട് കോപ്പർ 2+ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ 2 ഇലക്ട്രോൺസിനെ വാങ്ങാൻ സൊല്യൂഷനിൽ ഓൾറെഡി കോപ്പർ 2+ റെഡിയായി നിൽക്കുന്നുണ്ട്. അത് ആ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് റിഡക്ഷൻ സംഭവിച്ചിട്ട് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? ഈ കാണുന്ന അയേൺ ബാങ്കുകളുടെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ അല്ലേ ചോദിച്ചിരിക്കണേ? കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് എന്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? കോപ്പർ ആറ്റമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8th one നോക്കിയേ, വിച്ച് മെറ്റൽ എമംഗ് ദ ഫോളോയിങ് വിഗറസ്ലി റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl? HCl-ഉമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാ എന്നാണ് ചോദ്യം. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ മക്കളെ എന്തറിയാം? നമുക്ക് ആ റിയാക്ടിവിറ്റി സീരീസ് അറിയണം അല്ലേ? അതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ 4 തന്നതിൽ ഏതിനായിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത്? ഏതാണ്? മഗ്നീഷ്യമാണ് കേട്ടോ, മഗ്നീഷ്യം. അപ്പോൾ മഗ്നീഷ്യമാണ് HCl-ഉമായിട്ട് അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്യുക, മറന്നുപോണ്ട. അങ്ങനെയെങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദിസ് മെറ്റൽ ആൻഡ് ഡൈല്യൂട്ട് HCl. അങ്ങനെയെങ്കിൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്താണ്? മഗ്നീഷ്യം HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ മക്കളെ പ്രൊഡക്റ്റ് കിട്ടുക? എന്താ പ്രൊഡക്റ്റ് കിട്ടുക? ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? നമുക്ക് ഒരു ഗ്യാസ് ഉണ്ടാവും അല്ലേ? ഏതാ ഗ്യാസ്? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അതുകൂടാതെ ഈ മെറ്റലിൻ്റെ ഒരു സാൾട്ടാണ് ഉണ്ടാവുക. അപ്പം മെറ്റലിൽ Mgയും Cl-ഉം ബാക്കിയുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? MgCl2. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തല്ല, ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഇവിടെ ഒരു Mg, ഇവിടെ ഒരു Mgയുടെ ആറ്റംസ് ആണ് നോക്കുന്നത്. ഇവിടെ ഒരു Mgയുടെ ആറ്റം, ഇവിടെ ഒരു Mgയുടെ ആറ്റം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അത് ബാലൻസ് ചെയ്യുക. 10 വരുമ്പോഴേക്ക് എന്താണ്? നിങ്ങൾക്ക് അറിയാം ബാലൻസ് ചെയ്യാൻ. അത് ഇവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പുറത്തും എന്താക്കണം? 2 കൊടുക്കണ്ടേ? ഞാൻ ഫ്രണ്ടിൽ 2 ഇട്ടു. ഇവിടെ 2 ഹൈഡ്രജൻ, ക്ലോറിൻ ഓൾറെഡി ബാലൻസ്ഡ് ആയി. ഇവിടെ 2 ക്ലോറിൻ, ഇപ്പം ഇവിടെ 2 ക്ലോറിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ ഗ്യാസ്. കൂടാതെ എന്തും കിട്ടും? നമുക്ക് ആ മെറ്റലിൻ്റെ ഒരു സാൾട്ടും കൂടെ നമുക്ക് കിട്ടും. കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ എ കോപ്പർ സ്പൂൺ ബൈ ഇലക്ട്രോലിസിസ്. മക്കളെ നോക്കിയേ, ഇലക്ട്രോലിസിസ് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ എ കോപ്പർ സ്പൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോപ്പർ സ്പൂണിന്റെ മേലെ ഗോൾഡ് മെറ്റൽ കോട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നെയിം ദിസ് പ്രോസസ്. എല്ലാവർക്കും അറിയാലേ എന്ത് ചോദ്യമാണല്ലേ? എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ്. മറന്നു പോണ്ട. ഇനി അടുത്തത് എന്താണ്? വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് മെറ്റലാണ് പോസിറ്റീവിൻ്റെ അവിടേക്ക് നമ്മൾ വെക്കുക? ഏതാ പോസിറ്റീവിൻ്റെ അവിടേക്ക് വെക്കുക? പോസിറ്റീവ് പറഞ്ഞാൽ ആനോഡായിട്ട് ഏത് മെറ്റലിനെ നമ്മൾ കണക്ട് ചെയ്യാറുള്ളത്? ഏത് മെറ്റലാണോ നിങ്ങൾ പൂശാൻ പോകുന്നത്, ഏത് മെറ്റലാണോ നിങ്ങൾ കോട്ട് ചെയ്യാൻ പോകുന്നത്, ആ മെറ്റലായിരിക്കണം എപ്പോഴും പോസിറ്റീവ് അഥവാ ആനോഡായിട്ട് എടുക്കേണ്ടത്. ഇവിടെ എന്താണ്? ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ എ കോപ്പർ സ്പൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരെയും എടുക്കാൻ പാടുള്ളൂ? നമ്മൾ ഗോൾഡിനെയാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഗോൾഡ് ആണ് എവിടെ കണക്ട് ചെയ്യുന്നത്? പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത്. ഇനി ചോദ്യം എന്താണ്? വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? മക്കളെ നിങ്ങൾ ഗോൾഡ് അല്ലേ കോട്ട് ചെയ്യാൻ പോകുന്നത്? ഗോൾഡ് ആണെങ്കിൽ എന്ത് ഇലക്ട്രോലൈറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞു തന്നു അല്ലേ? എന്താണ്? മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് പ്ലസ് എന്താണ്? സോഡിയം സൈനൈഡ്. അപ്പോൾ കണ്ടോ, ഇതിന്ന് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഇത് പ്രത്യേകം തന്നിരിക്കുന്ന സാധനമാണ് ടെക്സ്റ്റിൽ. അതുകൊണ്ടാണ് ഇതിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ദ മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ്. ഇതിൻ്റെ മിക്സ്ചറാണ് നമ്മളവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കിയേ, ഗാൽവാനിക് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് Mg ആൻഡ് Cu ആസ് ഇലക്ട്രോഡ്. വീണ്ടും ഗാൽവാനിക് സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഗാൽവാനിക് സെല്ലിൻ്റെ പിക്ചർ ഒന്നും തന്നിട്ടില്ല. പിക്ചർ തന്നെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലേ? വരയ്ക്കാനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. എന്താണ്? ഗാൽവാനിക് സെല്ല് വരയ്ക്കുമ്പോൾ നിങ്ങൾ 2 ബീക്കർ എടുക്കും അല്ലേ? 2 ബീക്കർ എടുത്തു. അതിലൊരു കാഥോഡും ആനോഡും ഉണ്ടായിരിക്കും. ആനോഡായിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്
ഏത് മെറ്റൽ എടുക്കുക നമ്മൾ? റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്, റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യവും കോപ്പറിലും ആർക്കാണ്? ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, മെഗ്നീഷ്യമാണ്. അപ്പോൾ അത് നമ്മൾ ആനോഡായിട്ട് എടുക്കുക. കാഥോഡായിട്ട് എന്ത് മെറ്റൽ എടുക്കേണ്ടത്? കാഥോഡായിട്ട് നമ്മൾ എടുക്കേണ്ടത് കോപ്പർ മെറ്റലിനെയാണ് എടുത്തത്. ഇനി ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കണം അല്ലേ? ഇലക്ട്രോലൈറ്റ് ആയിട്ട് മെഗ്നീഷ്യം ആണെങ്കിൽ എന്തെടുക്കുക? MgSO4 എടുത്താൽ മതി, മെഗ്നീഷ്യം സൾഫേറ്റ്. കോപ്പർ ആണെങ്കിൽ എന്തെടുക്കുക? കോപ്പർ സൾഫേറ്റ് എടുത്താൽ മതി, കോപ്പർ സൾഫേറ്റ് എടുത്താൽ മതി. ഇനി ഇവിടെ എന്ത് വെക്കുക? ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വെക്കാറുണ്ട്. ഒപ്പം തന്നെ ഇത് എന്ത് ചെയ്യണം? ഒരു വോൾട്ട് മീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ? വോൾട്ട് മീറ്റർ ആയിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തു. മക്കൾ ഇവിടെ ബാറ്ററി വെക്കില്ല നമ്മൾ, കാരണം എന്താ? ഇത് ഗാൽവാനിക്സ് അല്ല. ഇവിടെ നമ്മൾ കെമിക്കൽ എനർജീനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഇലക്ട്രിക്കൽ എനർജി വേണ്ട നമുക്കിവിടെ. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിത് ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവാനിക് സെൽ? ഒന്നാമത്തെ ചോദ്യമേ അത് തന്നെയാണ്. എന്ത് എനർജി ചേഞ്ച് ആണ്? ബാറ്ററി ഇല്ലല്ലോ അവിടെ, അപ്പോൾ ഒന്നും നോക്കണ്ട. കെമിക്കൽ എനർജി എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് അടിക്കുന്ന ചോദ്യമാണ്, ഓർത്ത് വെക്കാം. അടുത്തത് എന്താ? വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദ ഗിവൺ ഗാൽവാനിക് സെൽ? ഇതിൽ ഏത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്? എപ്പോഴും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആളാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. മെഗ്നീഷ്യം അല്ലേ റിയാക്ടിവിറ്റി കൂടിയത്? അപ്പോൾ നമ്മുടെ മെഗ്നീഷ്യം ആണ് ഇവിടെ, മെഗ്നീഷ്യം ഇലക്ട്രോഡ് ആണ് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി സി എന്താ പറയുന്നത്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ എന്താ നടക്കുക? അവിടെ കാഥോഡിൽ ആരായിരിക്കുന്നത്? കോപ്പർ അല്ലേ കാഥോഡിൽ ഇരിക്കുന്നത്? ഇതല്ലേ കാഥോഡ്. കാഥോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, മറന്നു പോയത്. അപ്പോൾ കാഥോഡിൽ ഏത് റിയാക്ഷൻ എപ്പോഴും നടക്കുക? റിഡക്ഷൻ. റിഡക്ഷൻ മറക്കണ്ട. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോപ്പർ എങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക? കോപ്പർ 2+ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ആ കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. അതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അടുത്ത ചോദ്യം എന്താ? ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ മെറ്റൽ MgZnCu? മക്കളെ 3 എണ്ണല്ലേ? അപ്പോൾ എത്ര സെല്ല് നിങ്ങൾക്ക് ഉണ്ടാക്കാം? 3 സെല്ലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, ഒരു Mgയും Znനും ചേർന്ന് നമുക്കൊരു സെല്ല് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ Mgയും Znനും ഇത് ഒന്നാമത്തെ സെല്ല്. ഇനി എന്താണ്? Mgയും Cuവും ചേർന്ന് ഒരു സെല്ല് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ MgCu. ഇനി അടുത്തത് എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക? Znനും Cuവും തമ്മിൽ ഒരു സെല്ല് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. അപ്പോൾ Znനും Cuവും ടോട്ടൽ എത്ര സെല്ല് ഉണ്ടാക്കി? 3 സെല്ല് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഇത് വരച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വരച്ചിട്ടത്. ഇത് വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ക്വസ്റ്റ്യനിൽ എവിടെ അത് വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ വെറുതെ വരച്ച സമയം കളയാൻ നിൽക്കണ്ട. അല്ലാതെ അറിയില്ല, എവിടെയെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സൈഡിൽ ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണു. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ? ഹോട്ട് വാട്ടറുമായിട്ടുള്ള റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാ? എല്ലാവർക്കും അറിയില്ലേ? ഒരു മെറ്റലേ ആകെ പഠിക്കുന്നുള്ളൂ. ഏതാത്? മെഗ്നീഷ്യം. ആർക്കും ഡൗട്ട് വേണ്ട. ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? മെഗ്നീഷ്യം. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാ? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ അത് നമ്മുടെ സോഡിയം ആണ് അല്ലേ? സോഡിയം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റലാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റലാണ്, മറക്കണ്ട. ഇനി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ടറുമായിട്ട് റിയാക്ഷനേ കാണിക്കാത്ത മെറ്റൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? കോപ്പർ കാണിക്കോ? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യോ കോപ്പർ? ഇല്ല. അപ്പൊ നോ റിയാക്ഷൻ എന്നാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. വാട്ടറുമായിട്ട് നോ റിയാക്ഷൻ ഓർത്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും അത് ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പക്ഷെ സിമ്പിൾ ആയിരിക്കും, നോക്കാം നമുക്ക്. ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓൾറെഡി പഠിക്കണ്ട, നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് സീരീസ്. അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്? നെയിം എനി വൺ മെറ്റൽ ദാറ്റ് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ്? വൺ മെറ്റൽ ദാറ്റ് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. മക്കളെ, നമ്മൾ മെറ്റലും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ഞാൻ നേരത്തെ എഴുതിയ ആ മെഗ്നീഷ്യവും മറ്റേ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ഒന്നും കൂടെ എഴുതുവാണേ. നോക്കിക്കോ, MgCl2 + H2. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേ? നോക്കിയേ, മെഗ്നീഷ്യം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യണത്. ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ കയറി ഇരുന്നിട്ടാണ് MgCl2 എന്ന് പറയുന്ന ഒരു
സോൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. ആക്ച്വലി ഇത് എന്ത് റിയാക്ഷൻ? അതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മെറ്റലിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. വിച്ച് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ അതിന്റെ പ്ലേസിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു മെറ്റലിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഇത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളായിരിക്കണം. പവർഫുൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആളായിരിക്കണം. ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് മാത്രമേ ഹൈഡ്രജനെ തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഹൈഡ്രജന് താഴെ കുറച്ച് മെറ്റൽസ് കിടക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയത്? കോപ്പർ കിടക്കുന്നുണ്ട്, അതിൻ്റെ താഴെ സിൽവർ കിടക്കുന്നുണ്ട്, അതിൻ്റെ താഴെ ഗോൾഡ് കിടക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഹൈഡ്രജന്റെ താഴെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാരാണ്. അവരൊന്നും എന്ത് ചെയ്യില്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. പക്ഷെ ഹൈഡ്രജന്റെ മേലെ കിടക്കുന്ന ആൾക്കാരില്ലേ റിയാക്ടിവിറ്റി സീരീസിൽ, അവരെല്ലാം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജന്റെ താഴെ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ നോക്കിയേ? കോപ്പറും ഉണ്ട്, Agയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരാളെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ എഴുതാൻ പറ്റും. ഏതാണ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോപ്പർ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഏത് എഴുതുക? Ag എഴുതുക. അപ്പം ഞാനിവിടെ കോപ്പർ എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which are the metals that can displace Fe from FeSO4 solution? FeSO4 solution ദേ നമ്മുടെ FeSO4 സൊല്യൂഷൻ, അതിലേക്ക് നിങ്ങൾ ഒരു സാധനം, ഒരു ഇലക്ട്രോഡ് മുക്കിയിട്ടിരിക്കുകയാണ്. ഇത് FeSO4 ആണ്. FeSO4. ഈ FeSO4 സൊല്യൂഷനിൽ നിന്നും ഈ Feനെ എടുത്തു മാറ്റാൻ ശക്തിയുള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പറ്റുന്ന മെറ്റൽ ഏതാണ്? ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെറ്റലിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ Feയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആരാ ഉള്ളത്? Mg ഉണ്ട്, Zn ഉണ്ട്. ഈ രണ്ടു പേർക്കും Feനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മെറ്റൽസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Mgയും എഴുതാം, അതേപോലെ തന്നെ Zn എന്നും എഴുതാം. ഓക്കെ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. A galvanic cell is constructed using Zn and Fe as electrodes. അവരുണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദിസ് സെൽ? ഏതായിരിക്കും ആനോഡ്? എപ്പോഴും നമ്മൾ ആനോഡായിട്ട് ഏതാ എടുക്കാറുള്ളത്? റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആളെയാണ് ആനോഡായിട്ട് എടുക്കുക. ഈ സിങ്കിലും Feയിലും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ളത് ആരാ? ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ? സിങ്കിനാണ്. അപ്പൊ സിങ്ക് ആണ് അവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. മറക്കണ്ട. ഇനി അടുത്ത നോക്കിക്കേ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ മക്കളെ എന്ത് റിയാക്ഷൻ എപ്പോഴും നടക്കുന്ന എന്താണ്? റിഡക്ഷൻ അല്ലേ നടക്കുക. അപ്പോൾ സിങ്ക് Fe സെല്ല്, സിങ്ക് ആനോഡ് ആണെങ്കിൽ ആരായിരിക്കും കാഥോഡിൽ ഉണ്ടാവുക? Fe അല്ലേ കാഥോഡിൽ ഉണ്ടാവുക. അപ്പോൾ Feക്കാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത്. ഒന്ന് എഴുതി നോക്കിയാലോ. Fe എങ്ങനെയാണ്? Fe2+ ആണ്. ഇനി 2 ഇലക്ട്രോൺസിനെ വാങ്ങണം. അപ്പോൾ ദേ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറും? Fe ആറ്റമായിട്ട് അതിൻ്റെ ഇലക്ട്രോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ Fe2+ + 2 ഇലക്ട്രോൺസ് ഗീവ്സ് Fe. അതാണ് അവിടുത്തെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് ദേ 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വീണ്ടും എന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കാം. സിൽവർ ഈസ് കോട്ടഡ് ഓൺ കോപ്പർ ബാങ്കിൾ ബൈ ഇലക്ട്രോ പ്ലേറ്റിംഗ്. വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി? നെഗറ്റീവ്. ഏതാ നെഗറ്റീവിൽ നമ്മൾ എടുക്കാം? ആനോഡ് പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവിൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്? നിങ്ങൾ കോട്ട് ചെയ്യാൻ പോകുന്ന മെറ്റലാണ് പോസിറ്റീവിൽ എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, കോട്ട് ചെയ്യാൻ പോകുന്ന മെറ്റൽ. ഇപ്പോൾ നോക്കി, സിൽവർ ഈസ് കോട്ടഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിൽവർ ആയിരിക്കണം എപ്പോഴും ആനോഡിൽ എടുക്കേണ്ടത്. സിൽവർ ആയിരിക്കണം. ആനോഡിൽ സിൽവർ ആണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡാണ്. കാഥോഡിൽ എടുക്കേണ്ടത് ഏതായിരിക്കും? കോപ്പർ ആയിരിക്കണം. കോപ്പർ. അപ്പോൾ നോക്കാം നമുക്ക്. എൻ്റെ ആൻസർ എന്താണ്? നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ എടുക്കേണ്ടത് കോപ്പർ ബാങ്കിൾ. ശരിയല്ലേ? കോപ്പർ ബാങ്കിൾ. ഇനി അടുത്തത് ബി നോക്കാം. വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഏത് ഇലക്ട്രോലൈറ്റാണ് യൂസ് ചെയ്യണേന്നാ ചോദ്യം. സിൽവർ അല്ലേ കോട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ സിൽവറിന്റെ ഏതെങ്കിലും സൊല്യൂഷൻ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഐദർ യു ക്യാൻ യൂസ് സിൽവർ നൈട്രേറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ മിക്സ്ചർ ഓഫ് സോഡിയം സൈനൈഡും അതേപോലെ തന്നെ സിൽവർ സൈനൈഡും, ഈ രണ്ടിന്റെ മിക്സ്ചർ ഉപയോഗിച്ചാലും മതി. മക്കളെ ഇത് എഴുതിയാൽ മതി. ഇങ്ങനെ ഇക്വേഷൻ ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ മിക്സ്ചർ ഓഫ് സോഡിയം സൈനൈഡ് ആൻഡ് സിൽവർ സൈനൈഡ്, അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. ഇനി സി നോക്കാം നമുക്ക്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവിൽ നടക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ സെല്ല് ഇങ്ങനെയാണ് വരുന്നത്. ദേ ഇങ്ങനെ ഒരു സെല്ല് ഇവിടെ
നമ്മുടെ ബാങ്കിൾ വെച്ചിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ആ ഒരു സിൽവർ മെറ്റൽ വെച്ചിട്ടുണ്ട്, ഇവിടെ സിൽവർ മെറ്റൽ, അവിടെ ബാങ്കിൾ. ഇത് ആനോഡ് ആയതുകൊണ്ട് അത് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവിലോട്ടും, ഇത് കാഥോഡാണ് കേട്ടോ. അപ്പോൾ ഈ പോസിറ്റീവിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിൽവർ എന്താ ചെയ്യുക? സിൽവർ ഇപ്പം മെറ്റലായിട്ടായിരിക്കുന്നത്, ആറ്റം ആയിട്ടായിരിക്കുന്നത്. 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് സിൽവർ പ്ലസ് അയോൺ ആയിട്ട് അത് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അല്ലേ. സിൽവറിന്റെ പോസിറ്റീവ് അയോൺ ആയിട്ട് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ എങ്ങനെ എഴുതാം നമുക്ക് റിയാക്ഷൻ? AG പ്ലസ് AG gives AG പ്ലസ് 1 ഇലക്ട്രോൺ. മക്കളെ ഓക്സിഡേഷൻ ആണ് കേട്ടോ, ആനോഡ് അല്ലേ, അപ്പോൾ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ AG എന്താ ചെയ്യുന്നത്? 1 ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് AG പ്ലസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒബ്സർവ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ആഫ്റ്റർ സം ടൈം. അപ്പോൾ സിങ്ക് റോഡ് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് SO4, അതിലേക്ക് ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണു. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, വിച്ച് മെറ്റൽ ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? എപ്പോഴും ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച മെറ്റൽ ആയിരിക്കും ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏതാണ് ആൻസർ? സിങ്ക് അല്ലേ ഡിപ്പ് ചെയ്യുന്നത്, അപ്പോൾ സിങ്ക് ആണ് അവിടുത്തെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്താണ്, വിച്ച് മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ? ഇവിടെ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് മെറ്റലാ? ഇവിടെ ഈ സിങ്ക് എന്താ ചെയ്യുന്നത്? ഈ സിങ്ക് നോക്കിയേ, സിങ്ക് ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരും. എങ്ങനെ ഇറങ്ങി വരും? സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൊല്യൂഷനിലുള്ള കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ ഉണ്ട് അല്ലേ, കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് ഈ സിങ്ക് റോഡിന്റെ മേലെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത്. എന്താ പറഞ്ഞത്? ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സിങ്ക് 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട്, അതായത് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് സിങ്ക് 2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ കോപ്പർ 2+ എന്താ ചെയ്യുന്നത്? സൊല്യൂഷനിലുള്ള കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് എവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? ഈ പറയുന്ന സിങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എന്താ കിട്ടുക? കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരുന്നത് കോപ്പറൊക്കെ പോയില്ല എന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് ഇപ്പം എന്ത് സൾഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദ്യം എന്താണ്? വിച്ച് മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ? കോപ്പർ ഇസ് ഡിസ്പ്ലേസ്ഡ്. കോപ്പർ അല്ലേ ഡിസ്പ്ലേസ് ആവുന്നത്? കോപ്പർ ഇസ് ഡിസ്പ്ലേസ്ഡ്. കോപ്പർ മെറ്റൽ ഇസ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, ഇനി അടുത്ത എന്താ? സി നോക്കാം നമുക്ക്. ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? ഗീവ് റീസൺ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദ്യം. അതിന് മുന്നേ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് അറിയണം. എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ദ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഇസ് നോൺ ആസ് എ റിഡോക്സ് റിയാക്ഷൻ. രണ്ടും നടക്കുമ്പോഴാണ് അതിന് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. മക്കൾ ഇവിടെ രണ്ടും നടക്കുന്നില്ലേ? സിങ്ക് എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് ഇറങ്ങി വരിക ചെയ്യുന്നത്. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. കോപ്പർ എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ടാണ് കോപ്പർ ആയിട്ട് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗെയിനിങ്ങും ലൂസിങ്ങും നടക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പം ഗീവ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഹിയർ വി ക്യാൻ സി ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. എഴുതൂലോ? അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ കാഥോഡ് വെൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ? കേട്ടോ, ഇത് തന്നെയാണ് അക്യുവസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതിൽ മക്കളെ ആരൊക്കെ ഉണ്ടാവും? NaCl ഉണ്ടാവും. പിന്നെ ആരുണ്ടാവുക? വാട്ടറും ഉണ്ടാവും. മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ ആരുണ്ടാവുക? മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ആരുണ്ടാവുക? അവിടെ നമ്മുടെ NaCl മാത്രമേ ഉണ്ടാവുള്ളൂ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്നോ അല്ലെങ്കിൽ അക്യുവസ് സോഡിയം ക്ലോറൈഡ് എന്നോ പറയുകയാണെങ്കിൽ 2 പേരുണ്ട് അവിടെ. ആരൊക്കെയാണ്? NaCl വാട്ടറും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇവിടെ എന്താ ചോദ്യം? വിച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ കാഥോഡ് വെൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇയാളെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടണത് എന്നുള്ളത്. നമുക്ക് ആകെ 2 ഇലക്ട്രോലിസിസ് ആണ് പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു, അത് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. മക്കളെ നോക്കിക്കോ. ആദ്യം ഇലക്ട്രോലൈസ് ചെയ്യുന്ന ആൾക്കാരെ ഞാനിവിടെ എഴുതാം കേട്ടോ. നമുക്ക് 2 ആൾക്കാരാണുള്ളത്. ഒന്ന് മോൾട്ടൺ NaCl ആണുള്ളത്. മറ്റൊന്നുള്ളത് ഏതാണ്? മോൾട്ടൺ NaCl. പിന്നെ ഏതാണ്? അക്യുവസ് NaCl അല്ലെങ്കിൽ NaClന്റെ സൊല്യൂഷൻ ഏതാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതാ കാഥോഡ്, പിന്നെ ഏതാണ്? ആനോഡ്. മോൾട്ടൺ NaCl ആണെന്നുണ്ടെങ്കിൽ നമുക്ക്
എപ്പോഴും കാഥോഡിൽ കിട്ടുക ഏതായിരിക്കും? സോഡിയം മെറ്റലാണ് കിട്ടുക. സോഡിയത്തിന്റെ മെറ്റലാണ് കാഥോഡിൽ കിട്ടുക, മറന്നു പോണ്ട. ഇനി ആനോഡിലാണെങ്കിൽ എന്താ കിട്ടുക? ക്ലോറിൻ ഗ്യാസ് ആണ് കിട്ടുക. ക്ലോറിൻ ഗ്യാസ് ആണ് കിട്ടുക. ഇനി അക്വസ് NaCl ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അവിടെ ആനോഡ് സെയിം ആയിരിക്കും, ക്ലോറിൻ ഗ്യാസ് തന്നെയായിരിക്കും. നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? കാഥോഡ് ഏതായിരിക്കും എന്നാണ് ചോദ്യം. സോഡിയം മെറ്റൽ അല്ല കാഥോഡായിട്ട് കിട്ടുക. ഇവിടെ ആകെ സോഡിയം ക്ലോറിനും മാത്രമേ അയോൺസ് ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് കിട്ടുന്നത്. പക്ഷെ ഇവിടോട്ട് വരുന്ന സമയത്ത് നമുക്ക് Na+ അയോൺസ് ഉണ്ട്, ക്ലോറിൻ മൈനസ് അയോൺസ് ഉണ്ട്, അതേപോലെ H+ ഉണ്ട്, OH- ഉണ്ട്. ഇതൊന്നും കൂടാതെ വാട്ടറും അതിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാഥോഡായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഹൈഡ്രജന്റെ ഗ്യാസ് ആണ് കേട്ടോ. ആർക്കാ റിഡക്ഷൻ സംഭവിക്കുന്നത്? വാട്ടർ റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെയാണ് നമുക്ക് എവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക? കാഥോഡിൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. നിങ്ങൾ അതൊന്നും ഓർത്തില്ലെങ്കിലും ഈ രണ്ട് കേസിലുള്ള കാഥോഡിലെയും ആനോഡിലെയും പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഓർക്കുക. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആൻസർ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A zinc rod is immersed in copper sulfate solution and kept for some time. എന്താ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിങ്ക് റോഡ്. ഓക്കെ ആണോ? ഇനി വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഓൺ ദ സർഫസ് ഓഫ് ദ സിങ്ക് റോഡ്? സർഫസിൽ എന്താ കാണാൻ പറ്റുക? എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് റോഡ്, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരും. കോപ്പർ 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സിങ്ക് റോഡിൽ എന്ത് ചേഞ്ച് ആണ് കാണാൻ പറ്റുക എന്നാണ് ചോദ്യം. എന്താ കാണാൻ പറ്റുക നമുക്ക്? വി ക്യാൻ സീ ദാറ്റ് ദ കോപ്പർ മെറ്റൽ ഇസ് ഡെപ്പോസിറ്റഡ് ഓവർ ദ സിങ്ക് റോഡ്. കോപ്പർ മെറ്റൽ അതിൻ്റെ മേലെ എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോപ്പറിന് ഒരു കളർ ഉണ്ട് കേട്ടോ, ഒരു റെഡിഷ് ബ്രൗൺ കളർ സബ്സ്റ്റൻസ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. ആ റെഡിഷ് ബ്രൗൺ കോപ്പർ എന്ത് ചെയ്യും? സിങ്കിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടുത്തെ ഒബ്സർവേഷൻ. ഇനി അടുത്ത എന്താ ചോദ്യം? വൈ ഡസ് ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡ്? എന്തുകൊണ്ടാണ് ആ ബ്ലൂ കളർ, കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷന്റെ ബ്ലൂ കളർ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിയർ എന്ത് റിയാക്ഷൻ അവിടെ നടന്നിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ടേക്ക് പ്ലേസ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ടേക്ക് പ്ലേസ്. ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? സിങ്ക് കോപ്പറിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഹിയർ സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഹെൻസ് ദ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡ്സ് ആഫ്റ്റർ സം ടൈം. അതാണ് അവിടുത്തെ ആൻസർ കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ ഒബ്സർവേഷൻസ് ചോദിക്കാറുണ്ട്, അത് എഴുതണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ തന്നെ എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻസർ എന്താണെന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ ആണ്. Copper sulfate solution is taken in a test tube and an iron nail is dipped in it. അതെ, വീണ്ടും കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് അതിലോട്ട് എന്ത് നെയിലാണ് ഇട്ട് വെക്കണം? നമ്മൾ അയേൺ നെയിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്, അയേൺ നെയിൽ. ഇനി എന്താ ചോദ്യം? വാട്ട് ആർ ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ എബവ് പ്രോസസ്? എക്സ്പ്ലെയിൻ ദ റീസൺ. എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു സംഭവം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുക? മക്കളെ, ഇത് എന്ത് റിയാക്ഷനാ? ഇതും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നെയല്ലേ? അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുക? നമുക്കറിയാം ഇത് അയേൺ ആണ് അല്ലേ? അയൺ നെയിലാണ്. ഈ അയൺ സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരും Fe2+ ആയിട്ട്. ഒപ്പം തന്നെ ഈ കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ ഈ Feയുടെ മേലെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണതും കാണാൻ പറ്റും. അപ്പം നമ്മൾ കാണുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ കളറാണ്. അയൺ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ്, കളർ ഓഫ് ദ CuSO4 ഫെയ്ഡ്സ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ എന്താവുന്നത് കാണാൻ പറ്റും? ഫെയ്ഡ് ആവുന്നത് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാൻ പറ്റില്ലേ? എന്താണ്? കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ അയേണിന്റെ മേലെ വി ക്യാൻ സീ എ റെഡിഷ് ബ്രൗൺ സബ്സ്റ്റൻസ് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ്. എന്താണ് ആ റെഡിഷ് ബ്രൗൺ സബ്സ്റ്റൻസ്? കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദാറ്റ് ദ കോപ്പർ ആറ്റം ഇസ് ബീയിങ് ഡെപ്പോസിറ്റഡ് ഓൺ ദ അയൺ നെയിൽ. അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് രണ്ടെണ്ണം അവിടെ എഴുതേണ്ടത്. ഇനി എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലെയിൻ ദ റീസണിൽ അവിടെ എന്ത് എഴുതുക? ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. വേർ വി ക്യാൻ സീ ദാറ്റ് ദ അയൺ ഡിസ്പ്ലേസസ്
copper from the copper sulfate solution. Iron displaces copper from the copper sulfate solution. അതല്ലേ ഇവിടുത്തെ റീസൺ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി എന്താണ് ബി എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഈസ് ഇറ്റ് എ റിഡോക്സ് റിയാക്ഷൻ? എക്സ്പ്ലെയിൻ യൂസിങ് കെമിക്കൽ ഇക്വേഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? എന്തായാലും ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലേ. കാരണം എന്താ, അയൺ ഇറങ്ങി വരുന്നുണ്ട്, അയൺ ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്, ഒപ്പം കോപ്പർ കയറി പോകുന്നുണ്ട്. വെറുതെ അല്ല കയറി പോകുന്നത്, എങ്ങനെയാണ്, ഇലക്ട്രോൺസ് വാങ്ങിക്കൊണ്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതൊരു ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇനി എക്സ്പ്ലെയിൻ യൂസിങ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മക്കളെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഈ പറയുന്ന ഹാഫ് റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഓക്സിഡേഷൻ്റെ റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്താൽ കോപ്പർ സൾഫേറ്റിൻ്റെ റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റ റിയാക്ഷൻ എഴുതിയിട്ടും കാണിച്ചു കൊടുക്കാം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് ഓവറോൾ ആയിട്ടുള്ള റിയാക്ഷൻ എഴുതാം. എങ്ങനെയാണ്, Fe plus CuSO4 gives എന്തായിട്ടാണ് മാറുന്നത്, FeSO4 plus Cu. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഇനി മക്കളെ നോക്കിക്കോ, ഇനി നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക നോക്കിയേ. എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ, ഒരാൾ തനിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ടാണ് എടുക്കേണ്ടത്. തനിച്ചാണെങ്കിൽ 0, അതായത് എലമെന്റ് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ 0 ആയിട്ട് എടുക്കുക. ഇവിടെയും ഒരാൾ എലമെന്റ് അല്ലേ, അപ്പോൾ ഇയാളുടെ മേലെ എന്ത് കൊടുക്കുക, നിങ്ങൾ 0 കൊടുക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് ഇതൊരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ സൾഫേറ്റിന്റെ ചാർജ് നമുക്കറിയാം എപ്പോഴും -2 ആണ്. കോപ്പർ എത്രയായിരിക്കും, രണ്ടും കൂട്ടിയാൽ പ്ലസ് കിട്ടണം, 0 കിട്ടണം. ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആയിരിക്കും. ഇത് -2 ആണെങ്കിൽ 0 കിട്ടണമെങ്കിൽ ഈ കോപ്പറിന്റെ മേലെ എന്തായിരിക്കും ചാർജ്, +2 ആയിരിക്കും ചാർജ്. ഉറപ്പല്ലേ, ഇത് +2. ഇനി ഇവിടെ നോക്കിക്കേ, FeSO4 മക്കളെ വീണ്ടും സൾഫേറ്റ് ആണ്, ഒരു മാറ്റവും ഇല്ല, -2 തന്നെയാണ്. Fe എത്രയാണ്, +2 ആണ്, ആണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചേഞ്ച് റിയാക്ഷന് മുന്നേയും റിയാക്ഷന് ശേഷവുമുള്ള ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് നിങ്ങളൊന്ന് നോക്കിക്കേ. Fe എന്ന് പറയുന്ന മെറ്റല് 0യിൽ നിന്നും, ശ്രദ്ധിച്ചോ, 0യിൽ നിന്നും +2 ആയിട്ട് മാറി. ആദ്യം അത് 0 ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് +2 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പറയാം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ്ഡ് അല്ലേ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ മെറ്റലിന് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിത് 9th പഠിച്ചിട്ടുണ്ട്. 9th ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്നും പഠിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ പഠിച്ചിട്ടുണ്ട് ഇൻക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഇസ് ഓൾസോ നോൺ ആസ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാലോ അറിയാം, 0 എന്നുള്ളത് 2 ഇലക്ട്രോൺസ് കളഞ്ഞിട്ടാണ് +2 ആയിട്ട് മാറുന്നത്. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഓക്സിഡേഷൻ ആണ്. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ കോപ്പറിന് എന്താ സംഭവിച്ചത്, ആദ്യം +2 ഉണ്ടായിരുന്ന കോപ്പർ റിയാക്ഷന് ശേഷം എന്തിലോട്ട് മാറി, 0യിലോട്ട് മാറി, +2 0യിലോട്ട് മാറി. അപ്പോൾ +2 0യിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്താ, കൂടാണോ ചെയ്തത്, അല്ല, കുറയാണ് ചെയ്തത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇത് എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതെന്നറിയോ, +2 എങ്ങനെ 0യിലോട്ട് മാറുന്നത്, ഇലക്ട്രോൺസ് വാങ്ങുമ്പോഴാണ് +2 0യിലോട്ട് മാറുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് പറയാം, ഇത് എന്ത് പ്രോസസ്സാണ്, ഇതൊരു റിഡക്ഷൻ ആണ് എന്നുള്ളത് പറയാം. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. ഇതാ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്താണ്, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത് കൊണ്ട് ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ അല്ലേ. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, സൾഫേറ്റ്, ഇവിടെ സൾഫേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടെ നോക്കിയേ, റിയാക്ഷന് മുന്നേയും സൾഫേറ്റ് -2 ആണ്, റിയാക്ഷന് ശേഷവും -2 ആണ്, അതിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനിവിടെ പ്രത്യേകിച്ച് റോൾ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചെഴുതിയാലും മതി, ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇസ് ഇലക്ട്രോലൈസ്ഡ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അതാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ചേഞ്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇലക്ട്രോലിറ്റിക് സെൽ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ ഏത് സബ്സ്റ്റൻസ് ആണ് നമുക്ക് കിട്ടണേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലേ, അതുകൊണ്ട് നമുക്ക് കാഥോഡിൽ ഏതാ കിട്ടുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് അതാണ് അവിടെ കിട്ടുക കേട്ടോ. സൊല്യൂഷൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ്, മോൾട്ടൺ NaCl ആണെങ്കിൽ സോഡിയം മെറ്റൽ ആണ് കിട്ടുന്നത്. ഓക്കെ, സി നോക്കാം നമുക്ക്. റൈറ്റ് ഡൗൺ എനി സിറ്റുവേഷൻ വെർ ഇലക്ട്രോലിസിസ് ഇസ് മെയ്ഡ് യൂസ് ഓഫ്. എവിടേക്കാണ് നമ്മൾ ഇലക്ട്രോലിസിസ് യൂസ് ചെയ്യണത് എന്നാണ് ചോദ്യം. അപ്പം എന്ത് എഴുതാം, നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലേ. അതിൽ ഒരെണ്ണം നമുക്ക് എഴുതാം. ഏതാണ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എഴുതിക്കൂടെ നിങ്ങൾക്ക്. ഇലക്ട്രോ പ്ലേറ്റിംഗിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാറുള്ളത്, ഇലക്ട്രോലിസിസ് അല്ലേ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓർത്ത് വയ്ക്കാം. അപ്പം ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ കൊടുത്തിരിക്കുന്നത്? എ ഫ്യൂ ഇലക്ട്രോഡ്സ് ആൻഡ് സാൾട്ട് സൊല്യൂഷൻ ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പോസിബിൾ ഗാൽവാനിക് സെൽ വിച്ച് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് ദീസ് മെറ്റീരിയൽസ്. അവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഗാൽവാനിക് സെൽ ഏതാണെന്നാണ് ചോദ്യം. സിമ്പിളാണ്, വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം മക്കളെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. സാധാരണ ഇതിൽ തിരഞ്ഞെടുത്തിട്ട് വരയ്ക്കുക എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ ചോദിച്ചിട്ടില്ല. ഇതിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു ഗാൽവാനിക് സെൽ എടുക്കുമ്പോൾ നമുക്കറിയാം 2 ഇലക്ട്രോഡ്സ് വേണമല്ലോ. ഒരു റിയാക്ടിവിറ്റി കൂടിയ ആളും വേണം, ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞ ആളും വേണം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ 2 ഇലക്ട്രോഡ്സിന്റെ സോൾട്ട് സൊല്യൂഷനും കൂടി ഉണ്ടോ നോക്കണം. എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റും കൂടി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് തെറ്റിച്ച് തരാറുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ഇനിയിപ്പോൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ വേണമെന്നുള്ളത് അറിയാം, വോൾട്ട് മീറ്റർ വേണമെന്നുള്ളത് അറിയാം, സോൾട്ട് ബ്രിഡ്ജ് വേണമെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യനിൽ സിങ്ക് റോഡ് തന്നിട്ടുണ്ട്. സിങ്ക് റോഡ് തന്നാൽ പോരാ, സിങ്കിന്റെ സൊല്യൂഷനും കൂടെ തന്നിട്ടുണ്ടോ നോക്കണം. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്? അത് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? എവിടെയും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സിങ്ക് റോഡ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അടുത്ത നോക്കിക്കേ, മഗ്നീഷ്യം റോഡ് തന്നിട്ടുണ്ട്. മഗ്നീഷ്യം സൾഫേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ AG റോഡും തന്നിട്ടുണ്ട്, AG നൈട്രേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്താ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് MG ഉണ്ട്, AG ഉണ്ട്. അപ്പോൾ എന്ത് സെല്ലാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക? MGയും AGയും ചേർന്നിട്ടുള്ള MG-AG സെല്ല് നമുക്ക് ഇതിന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേന് ആൻസറായി. ഇനി രണ്ടാമത്തെ നോക്കൂ, വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദിസ് സെൽ. ആനോഡായിട്ട് ആരാ ആക്ട് ചെയ്യുക? റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള മെറ്റൽ. മഗ്നീഷ്യം AGയിലും ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. അപ്പോൾ മഗ്നീഷ്യമാണ് ഇവിടുത്തെ ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കാഥോഡിൽ ആരാ മക്കളെ? MG ആനോഡിലാണെങ്കിൽ കാഥോഡിൽ ആരായിരിക്കും? സിൽവർ ആയിരിക്കും അല്ലേ? അപ്പോൾ സിൽവറിന് എന്താ നടക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക. കാഥോഡിൽ ആരാണെങ്കിലും എന്തേ നടക്കുള്ളൂ? റിഡക്ഷൻ ആണ് നടക്കുള്ളൂ. അപ്പോൾ സിൽവർ എന്ത് ചെയ്യും? ഈ MG പുറത്തേക്ക് വിടുന്ന MG എത്ര ഇലക്ട്രോൺസിനെ കളയും? 2 ഇലക്ട്രോൺസിനെ. Mg2+ അല്ലേ നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്? അപ്പോൾ MG 2 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുക. അങ്ങനെയെങ്കിൽ ആ 2 ഇലക്ട്രോൺസിനെ AG വാങ്ങിയിട്ട് AG ആറ്റമായിട്ട് ആ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതല്ലേ റിഡക്ഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു AGക്ക് AG നമ്മൾ പ്ലസ്, AG+ ആണ് നമ്മൾ AG എടുക്കുന്നത് കേട്ടോ. AG+ ആയിട്ടാണ് ആ സൊല്യൂഷനിൽ ഉണ്ടാവുക, AgNO3. അപ്പോൾ ഒരു AGക്ക് 1 ഇലക്ട്രോൺ മതി. അങ്ങനെയെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. 2 AG+ന് എത്ര ഇലക്ട്രോൺസ് വേണം? 2 ഇലക്ട്രോൺസ്. കാരണം MG 2 ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കുന്നില്ലേ? അപ്പോൾ 2 ഇലക്ട്രോൺസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര AG എടുക്കണം? 2 AG എടുക്കണം. ഒരു AG +1 ആണ്. +1 പോരല്ലോ, 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലല്ലേ +2 എടുക്കാൻ പറ്റുള്ളൂ. +2 അല്ല, 2 AGക്ക് 2 ഇലക്ട്രോൺസ് എടുക്കാം. അപ്പോൾ 2 AG + 2 ഇലക്ട്രോൺസ് ഗീവ്സ് എന്ത് വരും? 2 AG എന്നാവും. അപ്പോൾ ഇതാണ് അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് D നോക്കാം. സപ്പോസ് ഡിഫറെൻറ്റ് ഗാൽവാനിക് സെൽസ് ആർ മെയ്ഡ് യൂസിങ് ദ എബവ് ഇലക്ട്രോഡ്സ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യനിൽ 3 ഇലക്ട്രോഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിങ്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ AG തന്നിട്ടുണ്ട്, പിന്നെ MG തന്നിട്ടുണ്ട്. ഇങ്ങനെ 3 ഇലക്ട്രോഡ്സ് വെച്ചിട്ട് അവർ പല ഡിഫറെൻറ്റ് ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ and suitable salt solution. Under these conditions, which metal act as only anode? ഈ 3 എണ്ണത്തിൽ ആനോഡ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന മെറ്റൽ ഏതായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും എപ്പോഴും ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് ഈ 3 എണ്ണത്തിൽ ഹൈലി റിയാക്റ്റീവ്? മഗ്നീഷ്യം അല്ലേ? അപ്പോൾ MG ആയിരിക്കും എപ്പോഴും ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എപ്പോഴും കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ആരാ പറയുക? ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കുറവാർക്കാണ്? AGക്ക് അല്ലേ? അപ്പോൾ AG ആയിരിക്കും എപ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ ആനോഡിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് MG ആണ് ആൻസർ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വീണ്ടും നമ്മുടെ ഗാൽവാനിക് സെല്ല് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട്സ് ഫ്രം വിച്ച് ഇലക്ട്രോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺസ് എവിടേക്കാണ് ഫ്ലോ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എപ്പോഴും ഒരു ഗാൽവാനിക് സെല്ലിൽ എവിടുന്ന ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക? നോക്കി, ആനോഡിൽ നിന്നും കാഥോഡിലോട്ടാണ്. അപ്പോൾ ഇത് സിങ്കും കോപ്പറും ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് തന്നെയാണ് ആനോഡ്. അപ്പോൾ സിങ്കിൽ നിന്നും കോപ്പറിലോട്ടാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. ആനോഡ് ടു കാഥോഡാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക ആണല്ലോ. ഇനി കറണ്ട് എവിടെ നിന്നാണ് ഫ്ലോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ്റെ റിവേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ കാഥോഡ് ടു ആനോഡ് ആയിരിക്കും കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട്സ് ഫ്രം വിച്ച് ഇലക്ട്രോഡ്? ഏത് ഇലക്ട്രോഡിൽ നിന്നുമാണ് ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് എഴുതാം. എന്താണ്? ആനോഡിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യണ ആരാണ്? സിങ്ക് ആണ്. അപ്പോൾ ആനോഡിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് നോക്കിക്കേ,
At which electrode oxidation occurs? Write equation of chemical reaction taking place at the electrode. എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? ആനോഡിൽ തന്നെയാണ് ഓക്സിഡേഷൻ നടക്കുക. എന്ന് വെച്ചാൽ സിങ്ക് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ, സിങ്ക് ഇലക്ട്രോഡിൽ. അതായത് അതാണ് നമ്മുടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആനോഡ് അല്ലേ, ഓക്സിഡേഷൻ അല്ലേ, അപ്പം എന്താ നടക്കുക? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാണ് ചെയ്യുക. സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് 2 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതാണ് അവിടുത്തെ റിയാക്ഷൻ. ഓക്കെ, അടുത്തത് വി വാണ്ട് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. അതായത് ഇപ്പം പോകുന്നത് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടാണ്, ആനോഡ് ടു കാഥോഡ് തന്നെയാണ്, സിങ്കിൽ നിന്നും കോപ്പറിലോട്ടാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അവർ പറയുന്നത് അവർക്ക് എന്താണ്, ഇലക്ട്രോണിൻ്റെ ഈ ഫ്ലോനെ റിവേഴ്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടാക്കണം, ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യണം. അങ്ങനെയെങ്കിൽ വിച്ച് ഇലക്ട്രോഡ് ഔട്ട് ഓഫ് AG, MG ആൻഡ് PB ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ? ഈ കോപ്പറിന് പകരം ഇവിടെ ആരെ ഉപയോഗിച്ചാലാണ് ഇലക്ട്രോൺ ഫ്ലോ തിരിച്ചാവുക? മക്കളെ, നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആളെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഈ 2 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയുക, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. പക്ഷേ നമുക്കിത് തിരിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ കോപ്പറിന് വരെ ആരെടുക്കണം? ഈ സിങ്ക് കാഥോഡ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഒരാളെ ഇപ്പുറത്തെടുത്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ആ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള മെറ്റൽ ഏതാ കൊടുത്തിരിക്കണേ? ഇവിടെ ഓൾറെഡി സീരീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ്? മെഗ്നീഷ്യം. അപ്പോൾ ഇവിടെ എന്തെടുത്താൽ മതി? മെഗ്നീഷ്യം എടുത്താൽ മതി. മെഗ്നീഷ്യം എടുത്താൽ നിങ്ങൾക്ക് ഈ ഇലക്ട്രോൺ ഫ്ലോനെ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ആക്കാൻ പറ്റും. കേട്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 21. വീണ്ടും ഒരു തോന്നുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന്. അറേഞ്ച്മെന്റ് ഓഫ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. ഹിയർ എ മെറ്റൽ റോഡ് ഇസ് ഡിപ്പ്ഡ് ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ ഓഫ് അനദർ മെറ്റൽ. ഏതാന്ന് പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇക്വേഷൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ ആർ ഗിവൺ ബിലോ. ഓക്കെ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ദ മെറ്റൽ റോഡ് യൂസ്ഡ് ഹിയർ? വിച്ച് ഈസ് ദ മെറ്റൽ റോഡ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ റോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മുക്കി വെച്ചിരിക്കുന്ന, ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ മുക്കി വെച്ച ആൾ എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഒപ്പം തന്നെ ആൾക്ക് എപ്പോഴും എന്ത് റിയാക്ഷന് സംഭവിക്കുക? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? എപ്പോഴും സംഭവിക്കുക ഓക്സിഡേഷൻ ആയിരിക്കും കേട്ടോ, ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ ഈ 2 റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ഏതാണ്? റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺസ് എഴുതിയാൽ അതാണ് ഓക്സിഡേഷൻ നടക്കുന്നത് ആണല്ലോ. പിന്നെ ഈ 2 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കൂടിയതാകുക മാഗ്നീഷ്യം തന്നെയല്ലേ. അപ്പോൾ മെഗ്നീഷ്യത്തിനായിരിക്കും ഇവിടെ എന്ത് സംഭവിക്കുക? മെഗ്നീഷ്യമാണ് ആര്? മെറ്റൽ റോഡായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആൻസർ നമുക്ക് എഴുതാലോ. ഏതാണ്? മെഗ്നീഷ്യം. ഇനി ബി നമുക്ക് നോക്കാം. ഇഫ് കോപ്പർ റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എബവ് മെറ്റൽ റോഡ്. ഇവിടെ കോപ്പർ റോഡാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. മെഗ്നീഷ്യത്തിന് പകരം കോപ്പർ റോഡാണ് ഉപയോഗിക്കുന്നത്. ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പോസിബിൾ? ഡിസ്പ്ലേസ്മെന്റ് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. കാരണം എന്താ? ഇത് മെഗ്നീഷ്യം ആണ്. പിന്നെ ഈ റിയാക്ഷൻ തന്ന പ്രകാരം ഇതെന്തായിരിക്കും? ഇത് സിങ്ക് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ മെഗ്നീഷ്യത്തിന് പകരം കോപ്പർ എടുക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദ റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സിങ്ക്. സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിന്. അതുകൊണ്ട് ഈ റിയാക്ഷൻ നടക്കില്ല. അപ്പം നോ എന്ന് എഴുതിയിട്ട് റീസണും കൂടെ കൊടുക്കണം. The reactivity of copper is less than that of the zinc, so the reaction will not take place. അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 3 ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിയാം ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലായില്ലേ. ഇവിടെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയൺ നെയിലാണ്. 3ലും അയൺ നെയിൽ 3 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. സിങ്ക് സൾഫേറ്റ്, FeSO4, കോപ്പർ സൾഫേറ്റ്. ചോദ്യം എന്താണ്? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്? അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച് പറയുമ്പോൾ അവിടെ എന്ത് നടക്കണം? റിയാക്ഷൻ ആദ്യം നടക്കണം. ഏതൊക്കെ നടക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും അയൺ ആണ്. അയൺ നെയിലും അയൺ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. സെയിം എടുത്തു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി എന്താണ്? അയൺ നെയിൽ ഡിപ്പ് ചെയ്തതിനേക്കാളും എന്താണ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ സൊല്യൂഷൻ ആണെങ്കിലും എന്ത് നടക്കില്ല? ഈ പറഞ്ഞ പോലെ ഡിപ്പ് ചെയ്ത മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ഒരു മെറ്റലിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. നോക്കിയേ, അയൺ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റലാ, അതിനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് ആര്? സിങ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിങ്കിന്റെ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ നടക്കാൻ ചാൻസ് ഉള്ളത് ഏത് മാത്രമാണ്? ഇത് മാത്രമാണ് നടക്കാൻ ചാൻസ്. കാരണം ഡിപ്പ് ചെയ്ത് വെച്ച അയൺ ആണ് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ളത്. ചോദ്യം എന്താണ്? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്? ധൈര്യമായിട്ട് എഴുതിക്കോ. ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിലാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് സിയിലാണ് നമുക്കിവിടെ കളർ ചേഞ്ച് കാണാൻ പറ്റുക. ഇനി ബി എന്താ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇത് എന്ത് റിയാക്ഷൻ? ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്.
അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാം. സി എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. കെമിക്കൽ ഇക്വേഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആനോഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി വെക്കാം. എന്താണ്? അയൺ നെയിൽ അല്ലേ Fe എന്ന് എഴുതി, കോപ്പർ സൾഫേറ്റ് അല്ലേ കോപ്പർ സൾഫേറ്റ് ഗീവ്സ് എന്താ കിട്ടുക മക്കളെ? FeSO4 പ്ലസ് കോപ്പർ. കിട്ടിയോ? അപ്പോൾ ഇതാണ് അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണോ? അങ്ങനെയെങ്കിൽ നമുക്കിതേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 25th ക്വസ്റ്റ്യൻ. ഇതേ വീണ്ടും നമ്മുടെ ഗാൽവാനിക് സെല്ല് വന്നു അല്ലേ. ഇനി എന്താ ചോദ്യം? ഐഡന്റിഫൈ ആനോഡ് ആൻഡ് കാഥോഡ്. ഇതിൽ ഏതായിരിക്കും ആനോഡ്? സിങ്കും കോപ്പറും ആണ് തന്നിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, ആനോഡ് ഏതായിരിക്കും? സിങ്ക് ആണ് അവിടുത്തെ ആനോഡ്. ഇനി വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ? ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആനോഡ് ടു കാഥോഡ് ആയിരിക്കും. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആനോഡ് ടു കാഥോഡ്. ആനോഡ് ടു കാഥോഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? നെഗറ്റീവ് ടു പോസിറ്റീവ് അങ്ങനെയും പറയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡ് അങ്ങനെയും നിങ്ങൾക്ക് പറയാം. അതും ഓക്കെയാണ്. ഇനി സി എന്താ പറയണേ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ്. ആനോഡിൽ എപ്പോഴും എന്താ മക്കളെ നടക്കുക? ഓക്സിഡേഷൻ അല്ലേ നടക്കുക. അപ്പോൾ നമുക്ക് എഴുതാം സിങ്ക് ഗീവ്സ് എന്താണ്? സിങ്ക് 2++2 ഇലക്ട്രോൺസ്. ഇത് മുന്നേ വന്ന ചോദ്യങ്ങളാണ് അല്ലേ, റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്നതാണ് ഓരോ ഇയറിലും. അപ്പോൾ ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഇസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോലിസിസ്. Copper can be coated on a iron bangle by this process. Which metal is connected to negative terminal of the battery in this process? ഏതായിരിക്കും നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണത് ആരായിരിക്കും? നമ്മൾ ഏതിലോട്ടാണോ കോട്ട് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ടത്, എന്ന് വെച്ചാൽ കാഥോഡായിട്ട് എടുക്കേണ്ടത്. ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന മെറ്റൽ ഏതാണോ നിങ്ങൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കോപ്പർ ക്യാൻ ബി കോട്ടഡ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് കോപ്പർ ആയിരിക്കും. ഇവിടെ എടുക്കുന്നത് എന്തായിരിക്കും? അയൺ ബാങ്കിൾ. ഇപ്പോൾ വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ? ഇപ്പോൾ നെഗറ്റീവ് ടെർമിനലോട്ട് കണക്ട് ചെയ്ത് ഏതാണ്? അയൺ ബാങ്കിൾ. അപ്പോൾ അയൺ ബാങ്കിൾ അതാണ് അവിടുത്തെ ആൻസർ. ഇനി നമുക്ക് ബി നോക്കാം. വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? എന്താ കോട്ട് ചെയ്യാൻ പോകുന്നത്? കോപ്പർ അല്ലേ കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എടുക്കേണ്ടത് എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സി എന്താണ്? റൈറ്റ് ഡൗൺ എനി അതർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് വേറെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? കുറേ ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോലിസിസ് ഉപയോഗിക്കാം. നോൺ മെറ്റൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. പിന്നെന്താണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ നമ്മൾ മിനറൽസിൽ നിന്നും മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇലക്ട്രോളിസിസിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് എന്താണ്? 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സം മെറ്റൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. കുറച്ച് മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് മെറ്റൽ എമംഗ് ദീസ് റിയാക്ട് വിഗറസ്ലി വിത്ത് HCl? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക? നോക്കാനൊന്നുമില്ല. ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള മെറ്റൽ ഏതാണ്? Mg ആണ്. അപ്പോൾ Mg ആണ് HCl-ഉമായിട്ട് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുക. ഇനി ബി എന്താ കൊടുത്തിരിക്കുന്നത്? വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ ദിസ് റിയാക്ഷൻ? മക്കളെ, ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ ലിബറേറ്റ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു വെറൈറ്റി ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതല്ല. ഇത് എവിടെ വരുന്നതെന്ന് അറിയാം. നമ്മുടെ ബുക്കിലുണ്ട്. ഇത് എവിടെയാണെന്നറിയോ? ആ ബുക്കിൻ്റെ ലാസ്റ്റിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ലെറ്റസ് അസസിനും ശേഷമുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്? വിച്ച് ആർ ദ മുകളിൽ ഇലക്ട്രോളിസിസിൻ്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു വിട്ടാൽ മതി. വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് കോപ്പർ ക്ലോറൈഡ് യൂസിങ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്? എന്തിനാണ് നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യാൻ പോകുന്നത്? അക്വസ് കോപ്പർ ക്ലോറൈഡ്. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? അക്വസ് കോപ്പർ ക്ലോറൈഡിന്റെ സെറ്റപ്പ് എന്താണ്? ഒരു ബീക്കർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്യുക. ഇനി എന്ത് ഇലക്ട്രോഡാണെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡാണ്. മക്കളെ, ഗ്രാഫൈറ്റ് എന്താ? ആ പെൻസിലിന്റെ ഉള്ളിൽ കാണുന്ന ലെഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി കാർബൺ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവും നെഗറ്റീവും വേണം അല്ലേ. അപ്പോൾ ഇതിൽ ഈ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം ആനോഡാണ്. അവിടെയാണ് ഓക്സിഡേഷൻ സംഭവിക്കുക. ഇനി നെഗറ്റീവ് എന്താണ്? കാഥോഡാണ്. അവിടെയാണ് റിഡക്ഷൻ സംഭവിക്കുക. ഇനി ഇലക്ട്രോലൈറ്റ് വേണ്ടേ? എന്താണ് ഇലക്ട്രോലൈറ്റ്? അക്വസ് കോപ്പർ ക്ലോറൈഡ് ആണ് ഇലക്ട്രോലൈറ്റ്. മക്കളെ,
അക്യൂസ് കോപ്പർ ക്ലോറൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ കോപ്പർ ക്ലോറൈഡും ഉണ്ടായിരിക്കും, വാട്ടറും ഉണ്ടായിരിക്കും. അക്യൂസ് എന്നുള്ള വാക്ക് കേട്ടാൽ അവിടെ വെള്ളം ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ത് പ്രോഡക്റ്റ് ആണ് ഇവിടെ ആനോഡിലും കാഥോഡിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ അയോൺസ് ആണുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നോക്കി, ആദ്യം ഉള്ളത് എന്താണ്? കോപ്പർ ക്ലോറൈഡ് ആണ് അല്ലേ. അതിന് ഏതൊക്കെ അയോൺസ് നമുക്ക് കിട്ടും? കോപ്പർ അയോൺസ് എന്തായാലും കിട്ടും. പിന്നെ കിട്ടുന്ന ഏത് അയോൺസ് ആയിരിക്കും? 2 Cl- എന്ന് വെച്ചാൽ ക്ലോറൈഡ് അയോൺസ് നമുക്ക് കിട്ടും. ഇനി ഒരു വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ അതിന് ഏതൊക്കെ അയോൺസാണ് കിട്ടുക? നമുക്കറിയാവുന്നതാണ് H+ അയോൺസും OH- അയോൺസും അല്ലേ. ഇനി നമുക്കൊന്ന് റിയാക്ഷൻ നോക്കി നോക്കാം. കാഥോഡിൽ കേട്ടോ, ആദ്യം ഞാൻ കാഥോഡാണ് പറയാൻ പോകുന്നത്. കാഥോഡ് റിയാക്ഷൻ എഴുതിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ കാഥോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാ, ഈ നെഗറ്റീവ് ചാർജാണ് കാഥോഡ്. മക്കളെ, കാഥോഡ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിൻ്റെ അടുത്തോട്ട് ഏതൊക്കെ അയോൺസാണ് പോവുക? 2 പോസിറ്റീവ് അയോൺസ് അല്ലേ പോവുക. അപ്പോൾ ഇവിടെ ഏതാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്? കോപ്പർ 2+ഉം H+ഉം. ഈ 2 പേരും അവിടെ പോയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടില്ല. ഇതിൽ ഒരാൾക്കേ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാഥോഡിൽ റിഡക്ഷൻ അല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ആൾക്കാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുക. അതായത് കോപ്പറും ഹൈഡ്രജനും കൊടുക്കുമ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടന്നിട്ട് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാരാണ്? കോപ്പർ അല്ലേ. അപ്പോൾ ആ കോപ്പറിനാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ആ റിഡക്ഷൻ ഒന്ന് എഴുതി നോക്കാം. Cu2+ 2 ഇലക്ട്രോൺസ് ഗീവ്സ് എന്ത് കിട്ടും? കോപ്പർ. അപ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുക? കോപ്പർ മെറ്റൽ. അപ്പോൾ കാഥോഡിലുള്ള പ്രോഡക്റ്റ് എന്താണ്? കോപ്പർ മെറ്റൽ ആണ് അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആനോഡിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആനോഡ് മക്കളെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനോഡിലും 2 അയോൺസ് പോകും അല്ലേ. ഏതൊക്കെയാണ്? ആനോഡ് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ക്ലോറൈഡ് അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും ഈ 2 അയോൺസിനും അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആരാണ് ഓക്സിഡേഷൻ സംഭവിക്കുക അവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടേം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അത് നമ്മൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ 2 എണ്ണം തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കും. എന്നിട്ട് അവിടെ ജയിക്കുന്ന ആളാരായിരിക്കും എന്നറിയോ? ക്ലോറിൻ ആയിരിക്കും ജയിക്കാം. അപ്പോൾ ആ ക്ലോറിൻ ആയിരിക്കും അവിടെ ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ക്ലോറിൻ കിട്ടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ക്ലോറിൻ്റെ ഗ്യാസ് ആയിട്ടാണ് അവിടെ നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മോൾട്ടൺ NaCl ഒക്കെ എഴുതുന്ന അതേ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ. 2 Cl-, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ഗ്യാസ് ആയിട്ട് മാറും? Cl2 ഗ്യാസ് ആയിട്ട് മാറും. എന്താണ്? 2 Cl-. ഞാൻ ഇതൊന്നും കൂടെ മായ്ച്ചിട്ട് കാണിച്ചു തരാം. ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഓക്കെ, ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. 2 Cl-, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് നമുക്ക് എവിടെ കിട്ടും പ്രോഡക്റ്റ്? ആനോഡിൻ്റെ അവിടെ കിട്ടും. അപ്പോൾ കാഥോഡും പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ നമുക്ക് കോപ്പറിന്റെ മെറ്റലുമാണ് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്നത്. മറന്നു പോകണ്ട കേട്ടോ. ഇനി അടുത്ത എന്താ ചോദ്യം? റൈറ്റ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻസ്. അതെ, ഇവിടെ ഓൾറെഡി ഞാൻ ആ ഇലക്ട്രോഡ് റിയാക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, കാഥോഡിലെയും ആനോഡിലെയും. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആനോഡ് ഇൻ ദ ഇലക്ട്രോലിറ്റിക് സെൽ? മക്കളെ, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് ചാർജ്? എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും കേട്ടോ. ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, പിന്നെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? അയോൺസ് ആർ ദ കറന്റ് കാരിയേഴ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്. ശരിയല്ലേ? നിങ്ങളൊരു ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിൽ ഓരോരുത്തരും ഇരിക്കുന്നത് അയോൺസിന്റെ ഫോമിലാണ്. അപ്പോൾ ആ അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് എന്തുണ്ടാവുന്നത്? കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താ ചോദ്യം നോക്കിയേ. സോഡിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അല്ലെ, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സോഡിയം ക്ലോറൈഡ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപ്പ്, അത് നിങ്ങളൊരു ബീക്കറിൽ ഇട്ടിട്ട് ബൾബൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ബൾബ് കത്തുമോ? ഒരിക്കലും കത്തില്ല. പക്ഷേ എന്താണ്? മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ മെൽറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ എന്തായാലും അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ഗീവ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ റീസൺ? സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ്? മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ ions are present അല്ലേ. in molten sodium chloride sodium ions and chloride ions are present, but in solid state the ions are not present. അവിടെ ions ഇല്ല. ഇവിടെ എന്തുണ്ട്? ions ഉണ്ട്. Na+ and Cl- ions ആയിട്ടാണ് ആ സോഡിയം ക്ലോറൈഡ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് ദ അയോൺസ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? അപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോലിസിസ് നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന
പ്രോഡക്ട്സ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്, മോൾട്ടൺ NaCl. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ. എന്താണ് മോൾട്ടൺ NaCl ആണെന്നുണ്ടെങ്കിൽ കാഥോഡിൽ കിട്ടുന്ന പ്രോഡക്റ്റ് സോഡിയം മെറ്റലും അതേപോലെ ആനോഡിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ക്ലോറിൻ ഗ്യാസുമായിരിക്കും കേട്ടോ, ക്ലോറിൻ ഗ്യാസുമായിരിക്കും, ഓർത്ത് വയ്ക്കാം. സി എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോളിസിസ് വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ ഈച്ച് ഇലക്ട്രോഡ്. മക്കളെ നിങ്ങൾ ഇനി അക്വസ് എടുക്കാമെന്ന് വിചാരിക്കുക. അക്വസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാഥോഡിൽ എന്താ കിട്ടുക? കാഥോഡിൽ കിട്ടുന്നത് സോഡിയം മെറ്റൽ അല്ല, പകരം ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടുക. മക്കളെ ആനോഡിൽ എന്താ കിട്ടുക? ആനോഡിൽ നമുക്ക് സെയിം ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് കിട്ടുക കേട്ടോ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞു. എന്താ പറഞ്ഞിരിക്കണേ? ദേ വീണ്ടും ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ? എന്ത് കളർ ചേഞ്ച് ആണ് സംഭവിക്കുക? AgNO3 സൊല്യൂഷൻ കളറൊന്നും ഇല്ലാത്തൊരു സൊല്യൂഷൻ ആണ്. ഈ കോപ്പർ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അത് ഈ റിയാക്ഷൻ നടക്കുമോ എന്നുള്ളത് നോക്കാം. Ag കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവുള്ള ആളാണ്, അതുകൊണ്ട് എന്തായാലും റിയാക്ഷൻ നടക്കും. ഈ കോപ്പർ ഈ സൊല്യൂഷനിലോട്ട് ഇറങ്ങി വരും അല്ലേ. അങ്ങനെ മെല്ലെ കോപ്പർ നൈട്രേറ്റ് ആയിട്ട് മാറും. Ag നൈട്രേറ്റ് ആയിരുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ മെല്ലെ മെല്ലെ എന്തായിട്ട് മാറും? കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിട്ട് മാറും. മക്കളെ കോപ്പർ സൾഫേറ്റിനും കോപ്പർ നൈട്രേറ്റിനും ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ കളർ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ ടേൺസ് ഇൻ ടു ബ്ലൂ കളർ. സൊല്യൂഷൻ turns to blue color, turns to blue color due to the formation of copper nitrate. Due to the formation of copper nitrate the solution turns into blue color. Solution blue color ആയിട്ട് മാറും. അതാണ് അവിടുത്തെ കളർ ചേഞ്ച്. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. ദേ എങ്ങനെയാ വരിക? കോപ്പർ പ്ലസ് AgNO3 gives എന്ത് വരും? കോപ്പർ നൈട്രേറ്റ് AgNO3 ട്വൈസ് എന്ന് വരും കേട്ടോ മക്കളെ. AgNO3 ട്വൈസ് പ്ലസ് Ag. ഇങ്ങനെയാണ് വരിക റിയാക്ഷൻ. ഇനി ഇത് ബാലൻസ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഇവിടെ നോക്കി, ഒരു കോപ്പറാണ്, ഇവിടെയും ഒരു കോപ്പറാണ്, ഇവിടെ 2 നൈട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എന്തിട്ട് കൊടുക്കണം? 2 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ 2 നൈട്രേറ്റ് ഇപ്പോൾ ഒപ്പം തന്നെ 2 Ag ആയി. 2 നൈട്രേറ്റ് ഉണ്ടായി, ഒപ്പം തന്നെ 2 Ag ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കണം? 2 Ag ആക്കണം. ഇപ്പോൾ 2 Ag എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു കോപ്പർ 2 Ag 2 നൈട്രേറ്റ് 2 നൈട്രേറ്റ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയില്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പഠിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിച്ചോട്ടെ. അപ്പോൾ താങ്ക് യു കേട്ടോ.